أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العظيم. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നന്നായി പഠിച്ച് ഉയർന്ന സ്ഥാനത്തെത്തി ചരിത്രത്തെ സംബന്ധിച്ച് ഗവേഷണ പഠനം നടത്താനൊക്കെ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് എൻ്റെ മുന്നിലിരുത്തിയത്. എനിക്കറിയാം നിങ്ങളെപ്പറ്റി പല വിഷയങ്ങളിലും എന്നെക്കാൾ വളരെ ഉയർന്ന സ്ഥാനത്തുള്ള കുട്ടികളാണ് നിങ്ങൾ. ചരിത്രത്തിൻ്റെ ആവശ്യകത അതാണ് ഇപ്പോൾ ഈ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തി. വൽ അസ്ർ, മനുഷ്യൻ്റെ വിജയ പരാജയങ്ങളെ വിവരിക്കുന്നതിൽ ചരിത്രത്തോളം വലിയ ഒരു ഗുരു വേറെയില്ല. എന്തുകൊണ്ട് മനുഷ്യൻ വിജയിക്കുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്, വിജയ പരാജയങ്ങളുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്ത്? അല്ലാഹു തആല തുടങ്ങുന്നത് തന്നെ വൽ അസ്ർ, കാലഘട്ടം, ചരിത്രം. ചരിത്രമാണ് സത്യം. അതിലും വലിയൊരു സത്യം വേറെയില്ല. ചരിത്രമാണ് സത്യം. ഇന്നൽ ഇൻസാൻ, മനുഷ്യവർഗം. അത് നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് ഇങ്ങോട്ടേ ഉള്ളൂ. മനുഷ്യവംശം ലഫീ ഖുസ്ർ, പരാജയത്തിലാണ്. സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, സ്വയം വിശ്വാസിയും സൽക്രമിയുമായാൽ പോരാ. വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ, പരസ്പര നന്മ കൊണ്ട് ഉപദേശിക്കലും പ്രശ്നങ്ങളെ തന്മയത്വത്തോടു കൂടി നേരിടാൻ ആവശ്യമാവുന്ന ക്ഷമ, ഈ ക്ഷമ കൊണ്ടും പരസ്പരം കൽപ്പിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തുന്ന വിശ്വാസി സൽക്രമി വിഭാഗമല്ലാത്തവരൊക്കെ പരാജയമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം എന്നാൽ ഉത്ഥാന പതനങ്ങളുടെ ചരിത്രമാണ്. മനുഷ്യനെന്നും അത് ഒരു ഭാഗം വിജയിക്കുമ്പോൾ ഒരു ഭാഗം പരാജയപ്പെടും, മറുഭാഗം പരാജയപ്പെടുമ്പോൾ ഇപ്പുറത്ത് വിജയിക്കും. ഉത്ഥാനവും പതനവുമാണ് ചരിത്രം. അപ്പൊ എപ്പോഴൊക്കെ, എവിടെയൊക്കെ, ആർക്കൊക്കെ, എങ്ങനെയൊക്കെ ഉത്ഥാനങ്ങളുണ്ടായി, വളർച്ചകളുണ്ടായി, പുരോഗതിയുണ്ടായി, അത് പഠിക്കുക, അത് ഭാവിയിൽ വരുന്ന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. എവിടെയൊക്കെ, എപ്പോഴൊക്കെ, ആരൊക്കെ, എവിടെയൊക്കെ പരാജയപ്പെട്ടോ അതിനെ പഠിക്കുക. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അതിന് കാരണങ്ങൾ എന്ത്, അത് മനസ്സിലാക്കുക. അപ്പോൾ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കാര്യകാരണങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി പരാജയം വരാതിരിക്കാൻ വേണ്ടി അതിനെ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കുകയും വിജയം എവിടെയൊക്കെ, എപ്പോഴൊക്കെ, ആർക്കൊക്കെ ഉണ്ടായോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കി ഭാവിയിൽ വരുന്ന ജനസമൂഹത്തിന് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഇതാ ചരിത്രത്തിൻ്റെ ധർമ്മം.
ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പറയും പോലെ, ശക്തനും അശക്തനും തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ പേരല്ല ചരിത്രം. ന്യായവും അന്യായവും, സത്യവും അസത്യവും, നീതിയും അനീതിയും തമ്മിലുള്ള സംഘട്ടനമാണ്. സംഘട്ടനങ്ങളുടെ ചരിത്രം തന്നെയാണ്. ശക്തനും അശക്തനും തമ്മിലല്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലാണ്. നീതിയും അനീതിയും തമ്മിലാണ്. ന്യായവും അക്രമവും തമ്മിലാണ്. ഈ ചരിത്രം, അപ്പം ചരിത്രം ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വൽ അസ്ർ സത്യത്തിലൂടെ അല്ലാഹു തആല നമ്മുടെ മുന്നിൽ. ഇനി തന്നെയുമല്ല, വകദാലിക നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. എപ്പോഴും എല്ലാ ഉസ്താദന്മാരും പറയുന്ന ഒരായത്താണ്. ലോകത്തെ ഏറ്റവും വലിയ മനോദാർഢ്യതയുടെ ഉടമ, ഖദ്ദഹിരി ഫീഹി മമീ എന്ന് റുസൂലി പറഞ്ഞ മനോദാർഢ്യതയുടെ വിഷയത്തിൽ കാലത്തിന് സമം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായല്ലോ നമുക്ക്? ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ കാലത്തിന് സമം എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ കാര്യങ്ങൾ അതങ്ങനെ നടക്കും. അതിൻ്റെ ആ കരുത്ത്, അതിൻ്റെ ആ തീരുമാനം, അതിൻ്റെ ആ നടപടി, അത് നടന്നിരിക്കും. ആരതിനെ അനുകൂലിച്ചാലും ആരതിനെ പ്രതികൂലിച്ചാലും. ഇപ്പൊ ലോകത്തുള്ള എല്ലാ വൻശക്തികളും അവരുടെ മുഴുവൻ ആയുധങ്ങളും സജ്ജീകരണങ്ങളും സൈന്യങ്ങളും ഒരുക്കി നിർത്തി കിഴക്കോട്ടിങ്ങനെ തിരിച്ചിക്കുക. നാളെ രാവിലെ 6:48 അല്ലെങ്കിൽ 6:58 ഉദയം എന്ന് വെക്കും. നാളെ 7:10 മാത്രമേ സൂര്യോദയം നടക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ തകർത്ത് കളയും എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാ വൻശക്തികളും അവരുടെ സൈന്യങ്ങളും ആയുധങ്ങളും എല്ലാം തയ്യാറാക്കി ഇങ്ങനെ നിൽക്കുക. പക്ഷേ 6:48 എന്ന് പറഞ്ഞാൽ 6:48 ഉദിച്ചിരിക്കും. അത് മാറ്റിത്തിരുത്താൻ ഈ ലോകത്തുള്ള എല്ലാ ശക്തികളും ഒന്നിച്ചിറങ്ങിയാലും ആ തീരുമാനത്തെ മാറ്റാൻ കഴിയില്ല. ഖദ്ദഹിരി ഫീഹി മമീ, ഹിമ്മത്തിന്റെ വിഷയത്തിൽ, മനോദാർഢ്യതയുടെ വിഷയത്തിൽ, ഉത്തരവാദിത്വ ബോധത്തിന്റെ വിഷയത്തിൽ കാലത്തിന് സമാനമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, വകദാലിക നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. അങ്ങയുടെ ഹിമ്മത്തുണ്ടല്ലോ, കാലത്തെ വെല്ലുന്ന ഹിമ്മത്ത്, ആ ഹിമ്മത്തിന് സ്ഥൈര്യം നൽകാൻ മാത്രം പൂർവിക അമ്പിയാക്കന്മാരുടെ ചരിത്രം നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു. ഇനി പിന്നെ ബാക്കിയുള്ളവരെ കഥ പറയണോ? ദഹിർ പോലെ ഹിമ്മത്തുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും പതർച്ച വരുന്ന സമയത്ത് മനോദാർഢ്യം കൊടുക്കാൻ പൂർവികരുടെ ചരിത്രം സഹായിക്കുമെങ്കിൽ നമ്മളെപ്പോഴത്തെ ലക്കൂലിനെ സംബന്ധിച്ച് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നീട്ടി പറയുന്നില്ല, കുറഞ്ഞ സമയമുള്ളൂ, ഒരു ആമുഖം മാത്രം പറയലുവാണെന്നല്ലോ ഇന്നത്തെ ലക്ഷ്യം. ആവശ്യപ്പെടുന്ന ഈ വൽ അസ്ർ കൊണ്ട് മാത്രം മനസ്സിലാക്കണം, കൂടുതൽ വിശദീകരിക്കുന്നില്ല. വൽ അസ്ർ എന്ന സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞതിൽ നിന്നാണ് ചരിത്രത്തിൻ്റെ പ്രാധാന്യം ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. മറ്റേ അതുകൊണ്ടുള്ള ഫലം ആണ് രണ്ടാമത്തെ ആയത്തിലൂടെ എന്ന ആയത്തിലൂടെ. എന്നാൽ ഞാൻ ചുരുക്കി വിഷയത്തിലേക്ക് കടന്നു വരാം. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രം എന്നാൽ അത്താരീഖു ഖന്തറത്തുൻ ബൈനൽ മാളി വൽ ഇസ്തിഖ്ബാൽ. ചരിത്രം എന്നതിനെ പരിചയപ്പെടുത്തുന്നത് പൂർവകാലത്തെ ഭാവി കാലത്തോട് ബന്ധിപ്പിക്കുന്ന പാലമാണ് യഥാർത്ഥത്തിൽ ചരിത്രം.
കഴിഞ്ഞ കാലത്തെ ഭാവിയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലമാണ് ചരിത്രം. മല്ലൈസ ലഹു മാദിൻ ഫലൈസ ലഹു ഹാലുൻ വലാ ഇസ്തിഖ്ബാൽ. പൂർവകാലത്തെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ, അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യമില്ലെങ്കിൽ, അവനെ സംബന്ധിച്ച് വർത്തമാനകാലം ഒരു ചരിത്രവും സൃഷ്ടിക്കാൻ കഴിയില്ല. ഭാവിയിലേക്ക് ഒന്നും സംഭാവന ചെയ്യാനും അവനോട് കഴിയില്ല. ഭാവിയിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യേണ്ടത് വർത്തമാനമാണ്. പക്ഷേ വർത്തമാനത്തിന് ആ ഇന്ധനം നൽകുന്നത് കഴിഞ്ഞുപോയ മാവിയാണ്, അഥവാ നമ്മുടെ പൂർവികരുടെ ചരിത്രം. ആ ചരിത്രത്തിൽ ആരൊക്കെ എവിടെയൊക്കെ വിജയിച്ചു എന്നും അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാരണം എന്തോ എന്നും കണ്ടെത്തി അത് വർത്തമാനകാലത്തിൽ നിന്നിട്ട് ഭാവിയിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇന്ന കാരണം കൊണ്ട്, ഇന്നൊക്കെ സംഭവം കൊണ്ട് ആണ് ആ പൂർവികർ വിജയിച്ചത്. അത് ഒന്നുകൂടി നന്നാക്കി മൂർച്ചപ്പെടുത്തി മിനുക്കി എടുത്ത് ഭാവിയിൽ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്നത് ഭാവി സമൂഹം. കഴിഞ്ഞുപോയ സമൂഹത്തിന് തകർച്ചയും പരാജയവും നാശവും ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? അന്വേഷിച്ചാൽ തികച്ചും വ്യക്തമായി കാണും. പരാജയത്തിൻ്റെ കാരണങ്ങളും വ്യക്തമാണ്, വിജയത്തിൻ്റെ കാരണങ്ങളും വ്യക്തമാണ്. അങ്ങനെ കഴിഞ്ഞ കാലത്ത് പരാജയപ്പെടാൻ കാരണമായ സംഗതികൾ എന്തൊക്കെയോ അത്തരം കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് ഭാവിയിൽ വരാനിരിക്കുന്നവരുടെ മുന്നിൽ മരച്ചു കാട്ടുക. അതിലൂടെ വരാനിരിക്കുന്ന ഭാവി കാലത്തുള്ള സമൂഹത്തിന് നാശനഷ്ടങ്ങളിൽ നിന്നിട്ട്, പരാജയങ്ങളിൽ നിന്നിട്ട് കരകയറി വിജയത്തിൽ എത്തി ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ സഹായകമാണ്. അപ്പോൾ വർത്തമാനകാലത്തിൻ്റെ പണി മാളികാലത്തുണ്ടായ വിജയപരാജയ കാരണങ്ങളെ കണ്ടെത്തി വരുന്ന ഭാവി കാലത്തിലേക്ക് അത് സംഭാവനയായി നമ്മൾ സമർപ്പിച്ച് ആ വരുന്ന ഭാവി സമൂഹത്തെ അവരുടെ ഭാവി ഭാസുരമാക്കുക. ഇത് ചരിത്രം ചെയ്യുന്ന ധർമ്മമാണ്. ആട്ടെ, എനിക്ക് വിശദീകരണം ഒന്നും ഇപ്പോൾ പറയണില്ല. എനിക്ക് വളരെ വിശദീകരണം അറിയിക്കുന്ന വിഷയങ്ങളാണ്. മുഖ്തസറായിട്ട് അതിൻ്റെ മുഖദ്ദിമ മാത്രമാണ് പറയുന്നത്. ചരിത്രം ചരിത്രത്തെ 4 ഘട്ടങ്ങളായി തിരിക്കാൻ കഴിയും. ഇസ്ലാമിൽ ഒന്ന് പറയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രാതീത കാലം എന്നൊന്നില്ല. ആധുനിക ചരിത്രകാരന്മാർ അങ്ങനെ കുറേ കാലം കാണുന്നുണ്ട്. ചരിത്രാതീത കാലം അങ്ങനെ ഒരു കാലമില്ല. ചരിത്രം 4ആയി തിരിക്കാം. ഞാൻ 4ഒന്നും പറയില്ല, നമ്മളെ വിഷയം അതല്ലല്ലോ. എന്നാലും നമ്മൾ ഒരു എത്തിനോട്ടം. ഒന്നാമത്തേത് താരീഖുൽ ആലം. താരീഖുൽ ആലം അല്ലാഹു അല്ലാത്ത മൊത്തം സൃഷ്ടികൾ, ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം. അത് നമ്മളിപ്പോൾ ചർച്ചാ വിഷയമല്ല, പക്ഷെ അതൊരു ചരിത്രമാണ്. ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആധുനിക ചിന്തകന്മാരായ മതത്തെ തള്ളിപ്പറയുകയും ഇലാഹിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾക്ക് ഇതിന് തൃപ്തികരമായൊരു മറുപടി അറിയാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട 2 സ്രോതസ്, ഒന്ന് ഖുർആനും ഒന്ന് സുന്നത്തുമാണ്. ചരിത്രത്തിലും അതെ, എല്ലാത്തിലും അല്ലോഴും നമ്മളിപ്പോൾ ചരിത്ര വിഷയമല്ലോ. ചരിത്രത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് ഒന്ന് ഖുർആനും 2 സുന്നത്തുമാണ്. ഈ സുന്നത്തോ ഖുർആനോ വെളിച്ചം വീശുന്ന സത്യങ്ങൾ, അതിനെ വിശദീകരിക്കലാണ് ഒരു ചരിത്രകാരൻ്റെ പരിപാടി. അതിനകത്ത് സൂചനകളെ ഉണ്ടാവുള്ളൂ. ബാക്കി വിശദീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ഒക്കെ ചരിത്ര പണ്ഡിതൻ്റെ പണിയാണ്. എങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു കണിക ഖുർആൻ അല്ലെങ്കിൽ സുന്നത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം എന്തിൽ നിന്ന് തുടങ്ങി? അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ആ ഹദീസ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് മുഅ്തദികൾ എന്ത് ചെയ്തു? മുസന്നഫിന്റെ ഒരു ഹദീസ് ഒഴിവാക്കാൻ വേണ്ടി 14 പേജ് ഒന്നിച്ച് കട്ടു.
ഇവിടെ അവിശ്വാസികളെ കൊണ്ട് മാത്രമല്ല, വിദേത്തുകാരെ കൊണ്ടും ചരിത്രം വല്ലാതെ മലിനമായിട്ടുണ്ട്. ആ ഹദീസ് വളരെ വിശദമാണ്, അത് നിങ്ങൾക്കറിയാം. ഇപ്പോഴും അത് രണ്ടാമത് ആ 14 പേജ് കൂട്ടിച്ചേർത്ത് വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എളുപ്പമാണ്. ആ ഹദീസ് വളരെ വിശദമായി പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ആറ്റത്തിലും വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. ഈ ലോകത്ത് മനുഷ്യൻ മാത്രമല്ല, ഈ ലോകത്തിന്റെ ഓരോ ആറ്റത്തിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക ജാബിർ എന്ന് പറയുന്ന ആ നൂറ് എന്താണെന്നുള്ള ഇപ്പോഴത്തെ എൻ്റെ ചർച്ചാ വിഷയമല്ല. നിങ്ങൾ വിചാരിച്ചേക്ക് ലൈറ്റ് പോകുമ്പം ഇരുട്ട്, ലൈറ്റ് വരുമ്പോൾ നൂറ്, ആ നൂറല്ല ഉദ്ദേശിക്കുന്നത്. സത്യം, യാഥാർത്ഥ്യം, ഹഖീഖത്ത്, വുജൂദ്, ഇങ്ങനെയൊക്കെയാണ്. രണ്ടാമത്തേത് ഭൂമിയുടെ തുടക്കമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടുപ്പുള്ളത്. ഭൂമിയുടെ ചരിത്രം. ഭൂമിയുടെ ചരിത്രം എവിടെ തുടങ്ങുന്നത്? മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച താരീഖ് മക്ക, അസ്റഖിയുടെ താരീഖ് മക്ക നോക്കിയാൽ കാണാം. വിവിധ തരീഖുകളിലൂടെ, വിവിധ വഴികളിലൂടെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഈ താഴ്ഭാഗത്ത് വെള്ളവും മുകളിൽ അള്ളാഹുവിൻ്റെ അർശുമല്ലാതെ മറ്റൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അവൻ്റെ ഇറാദത്താവുന്ന തഖ്സീസ് കൊണ്ട് ഭൂമി ലോകത്ത് കാറ്റടിക്കുകയും പരന്നു കിടക്കുന്ന ഈ ജലം തെരയടിക്കുകയും ആ തെരയിലൂടെ ഒരു വെളുത്ത കല്ല് പോലെ ഒരു വസ്തു, ഹഷ്ഫ എന്നാണ് അതിന് ഹദീസിൽ ഉപയോഗിച്ച വാക്ക്, ഒരു ചെറിയ കല്ല് പോലത്തെ വെള്ളാരം കല്ല്, വെളുത്ത കല്ല് പോലത്തെ ഒരു സാധനമായിട്ടാണ് ആദ്യം ഭൂമിയിൽ വല്ലർള ബഅദ ദാലിക ദഹാഹ എന്ന് ഖുർആൻ തന്നെ പിന്നെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഇത്രയും ചെറിയ ഒരു വെളുത്ത ഒരു കല്ല്, വെള്ളാരം കല്ല് പോലത്തെ ഒരു ചെറിയ സാധനമുണ്ടായി, അത് പിന്നെ വികസിച്ച് വളർന്ന് വലുതായി ലോകമായി മാറി. അതിന് 4 ദിവസം എടുത്തിട്ടുണ്ട്. വല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ. 4 or 5 സ്ഥലത്ത് അല്ലാഹു തആല ഇതേ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. 6 ദിവസങ്ങളിലായിട്ടാണ് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായത്. ഒരു ദിവസം എന്നതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് 6 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ യഅദൂൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറയുന്ന ഒരു വർഷം അല്ല, ഒരു ദിവസം. നിങ്ങളിവിടെ 365 ദിവസത്തിന് ഒരു കൊല്ലമുണ്ടെങ്കിൽ അങ്ങനെ 365 ദിവസം കൂടുന്ന 1000 കൊല്ലങ്ങൾ കൂടുമ്പോഴാണ് ഒരു ദിവസം ഉണ്ടാവുന്നത്. ലക്ഷക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു അങ്ങനെയുള്ള 6 ദിവസം എന്ന് പറഞ്ഞാൽ 6 ഘട്ടങ്ങളിലായി ഈ ഭൂമിയുടെ സംവിധാനം. അവിടെ മുതൽ പ്രപഞ്ചത്തിന്റെ തുടക്കം ഖുർആൻ പരാമർശിച്ചു, ഹദീസ് വിശദീകരിച്ചു. അതുപോലെ തന്നെ ഭൂമിയുടെ ചരിത്രം ഹദീസ് പരിചയപ്പെടുത്തി, ഖുർആൻ അതിനെ വിശദീകരിച്ചു. ആ ചരിത്രമൊന്നും ഇപ്പം നമ്മളെ ചരിത്രത്തിൽ ഇതൊക്കെ ചരിത്രമാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ജീവജാലങ്ങളുടെ ചരിത്രം നമ്മൾക്കിങ്ങനെ അടുത്ത് വരുമ്പോൾ ജീവജാലങ്ങളുടെ ചരിത്രം, ബാക്കിയുള്ളതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ജീവജാലങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് എവിടുന്നാണ്? നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പവും. അതേസമയത്തൊക്കെ ഇത് യുക്തിവാദികൾ, നിരീശ്വരവാദികളെ സംബന്ധിച്ച് വളരെ വളരെ പ്രയാസമാണ്. തൃപ്തികരമായ ഒരു മറുപടി ഇന്ന് വരെ കൊടുക്കാൻ അവരോട് കഴിഞ്ഞിട്ടില്ല. പോയി ഏതോ ഒരു അമീബയിലെത്തും. എന്തുകൊണ്ട് എന്നാണല്ലോ യുക്തിന്യായം. എന്നാൽ ഈ അമീബ എന്തുകൊണ്ടുണ്ടായി, എന്തിൽ നിന്നുണ്ടായി, അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പറയാൻ ആരോടാ കയ്യ? അവിടെ എത്തിമുട്ടി. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ തുഅ്മിനൂൻ. അല്ലാഹു തആല ചോദിച്ചു. വളരെ കൃത്യമായി ജീവിതത്തിന്റെ തുടക്കം വളരെ കൃത്യമായി ഖുർആൻ പറയുന്നു. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ. ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ,
വാനലോകത്തിന് മഴ വർഷിക്കാതെ വരണ്ടുണങ്ങിയ വാനം, ജലത്തിന്റെ അസാന്നിധ്യത്തിൽ വരണ്ട് കിടക്കുന്ന ഭൂമിയുമായിരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോ ബിഗ് ബാങ് തിയറിക്കാർ കൊണ്ടുപോയിട്ട് ആ ആയത്തിനെ വളച്ചൊടിച്ച് വെക്കലുണ്ട്. അതിലിപ്പോൾ നമ്മളിപ്പോൾ വിഷയമല്ല. ബിഗ് ബാങ് തിയറിയാണല്ലോ ലോകം ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത്. എന്നാ അതിന് എങ്ങനെ ഒരു മർദ്ദം ഉണ്ടായി? അജ്ഞാതമായ ഏതോ വാതകത്തിൽ നടന്ന അജ്ഞാതമായ മർദ്ദം കാരണം എന്തുണ്ടായി? ബിഗ് ബാങ് ഉണ്ട്. രണ്ട് ജഹാലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ആ രണ്ട് ജഹാലത്തിൽ നിന്നിട്ടൊരു നത്തീജ ഉണ്ടാകുമെങ്കിൽ ആ നത്തീജയാണ് ബിഗ് ബാങ്, ആണ് ഈ ലോകത്തിന്റെ തുടക്കം എന്ന് പറയും. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഇല്ലേ? ഈ അജ്ഞാതമായ വാതകം എങ്ങനെ ഉണ്ടായി? ആ വാതകത്തിൽ ഒരു മർദ്ദം നടക്കണ്ടേ? ആ മർദ്ദം എന്തുകൊണ്ടുണ്ടായി? അജ്ഞാതം. വാതകം അജ്ഞാതം, മർദ്ദം അജ്ഞാതം. രണ്ട് അജ്ഞാതമായ വസ്തുക്കൾ കൂട്ടിമുട്ടിയപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടായി? ബിഗ് ബാങ് ഉണ്ടായി. അതിലൂടെ ലോകം ഉണ്ടായി. ഇതൊക്കെ കൃത്യമായി ഖുർആനും സുന്നത്തും നമ്മളോട് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. നമ്മൾ അത് വികസിപ്പിച്ചാൽ മാത്രം മതി. നമ്മൾ ആവശ്യമില്ലാതെ തലമുണ്ടാക്കി വെറുതെ സമയം കളയേണ്ട യാതൊരു ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ കുദ്റത്ത് കൊണ്ട് ഒരു മുഹറം 10 മഴ വീഴ്ചിച്ചു. ആകാശ ലോകത്തിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ ലോകത്തേക്ക് ഇറങ്ങി ആദ്യത്തെ ദിവസം മുഹറം 10 അന്നാണ് ചെയ്ത മഴ. ആ മഴയാവുന്ന ജലത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ഭൂമി മുളക്കാനും സസ്യങ്ങളുണ്ടാവാനും അതിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാനും, അങ്ങനെ അതിൽ നിന്ന് ജീവജാലങ്ങൾ ഉടലെടുത്ത്, അത് അമീബ എന്നൊന്നും പറയുന്നില്ല, ജീവജാലങ്ങൾ ഉണ്ടായി. ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ വേണ്ട എല്ലാം തയ്യാറായി നേരത്തെ. അതൊക്കെ നമ്മളിപ്പോഴത്തെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇപ്പോൾ ലോകത്തിൻ്റെ, ഭൂമിയുടെ, ജീവന്റെ ഇതൊന്നും ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തിനൊക്കെ ഖുർആനിൽ വ്യക്തമായ സൂചന ഉണ്ട്, സുന്നത്തിൽ അതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളും ഉണ്ട്. അതാ പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. അവസാനം മനുഷ്യന്റെ ചരിത്രം, മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു അജ്ഞതയുമില്ല. പരിണാമ സിദ്ധാന്തക്കാർ പറയുന്നത് അമീബയിൽ നിന്നിട്ട് വളർന്ന് അവസാനം കുരങ്ങായി. കുരങ്ങ് കുറെ കാലം കഴിഞ്ഞപ്പം വാല് മുറിഞ്ഞപ്പോ മനുഷ്യനായി എന്ന്. അത് അടിവേര് നമ്മൾ അർത്തു. ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി. ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി. വേറൊരു റിവായത്തിൽ ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിർ റഹ്മാൻ. അങ്ങനെയുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി. നിങ്ങൾ വിചാരിച്ചതുപോലെ കുരങ്ങിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടമാവുന്ന അമീബയിൽ നിന്നോ പരിണമിച്ചൊരു പ്രത്യേക ദശാസന്ധിയിൽ മനുഷ്യനായി രൂപപ്പെട്ടതല്ല. ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി. ഈ ഒറിജിനൽ രൂപത്തിൽ ഇങ്ങനെ തന്നെയാണ് അല്ലാഹു തആല ആദമിനെ പടച്ചത്. അർത്ഥശങ്കക്കിടയില്ലാതെ ഹദീസ് പറയും ഈ രൂപത്തിൽ തന്നെയാണ്. ഒരു രൂപമാറ്റവും ഒരു ജീവി മാറലും ഒരു അവസ്ഥ മാറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല. വലുപ്പത്തിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് ഹദീസ് വിശദീകരിക്കണമുണ്ട്. 60 ഉയരവും അതിനനുസരിച്ചുള്ള തടിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരൊത്ത നല്ലൊരു മനുഷ്യൻ. പിന്നെ കാലക്രമേണ അത് ചെറുതായി വന്നു എന്ന് ഹദീസ് വ്യക്തമാക്കുന്നു. ഇതൊക്കെ ചരിത്രങ്ങളിൽ തലപോഞ്ഞ് അന്വേഷിച്ച് വിഷമിക്കുന്ന ലോകത്തിന് വിട്ടുകൊടുത്ത് ഇസ്ലാമിന് അതൊക്കെ വളരെ സിമ്പിളാണ്. ഖുർആനും സുന്നത്തും അതിനൊക്കെ വഴികാട്ടുന്നു. നമ്മളെ വിഷയത്തിലേക്ക് ഇനി കടന്നു. അതൊന്നും നമ്മളിപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇസ്ലാമിക ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രത്തിന് 2 ഘട്ടം. ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാമിന്റെ കാലഘട്ടം വരെയുള്ള ചരിത്ര കാലഘട്ടം. ഇത് ഖുർആനും തിരുസുന്നത്തും നമ്മളെ മുന്നിൽ വരച്ച് കാട്ടുന്നുണ്ട്. പക്ഷെ അവിടെ കുറേ കൃത്രിമങ്ങൾ കടന്നു വരുന്നുണ്ട്. കാരണം അമ്പിയാക്കന്മാരുടെ ചരിത്രം
കേവലം 25 അമ്പിയാക്കന്മാരെ ഖുർആൻ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ളൂ. 1,00,000-ലധികം പ്രവാചകന്മാരിൽ പ്രമുഖരായ 25 ആളുകളുടെ പേര് മാത്രം പരാമർശിക്കുകയും അവരുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന സൂചനകൾ നൽകുകയും അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന ചില ഘട്ടങ്ങളെ പരാമർശിക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഇതിൻ്റെ വിശദീകരണങ്ങൾ, ചരിത്രമാകുമ്പോൾ അതിനൊരു രൂപം വേണ്ടേ ആദ്യം മുതൽ അവസാനം വരെ. ഇതിനു വേണ്ടി അവലംബിക്കുന്നത് പൂർവ്വവേദക്കാരായ അഹ്ലി കിതാബുകളെയാണ്. ചരിത്ര പണ്ഡിതന്മാർ ഹദീസിലും ഖുർആനിലും കാണാത്ത വിശദീകരണങ്ങൾ കിട്ടണമെങ്കിൽ പിന്നീട് അവലംബിക്കാനുള്ള മാർഗം ഇസ്രാഈലിയാത്ത് എന്നാണ് അതിന് പറയാം. തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകാർ അവരുടെ ചരിത്രം, അവരിൽ ധാരാളം അമ്പിയാക്കന്മാർ വന്നതാണ് എന്നെല്ലാം. ലോകത്ത് ഏറ്റവും കൂടുതൽ നബിമാർ വന്നത് ഇസ്രായേലികളിലാണ്. അവരുടെ ചരിത്രത്തെ പറ്റി അവരെഴുതി വെച്ച കുറേ കഥകളും കുറേ കെട്ടുകഥകളും കുറേ ചരിത്രങ്ങളും. ഇതാണ് പൂർവികരായ അമ്പിയാക്കന്മാരുടെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ വരിക. നമ്മളൊക്കെ മുന്നിൽ വരുന്ന അതാണ്. ഖുർആൻ വളരെ ചെറിയ സൂചനയെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഹദീസിൽ അത്യാവശ്യമായ വിവരണങ്ങളും ഉണ്ടാവും. ബാക്കി വിശദമായ രൂപത്തിൽ ചരിത്രം പഠിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള അവലംബം ഇസ്രായേലി ആധാരങ്ങളാണ്. അതൊരിക്കലും വിശ്വാസയോഗ്യമല്ല. അതിൽ 3 തരമുണ്ട്. ചുരുക്കി പറയാം, ഇസ്രായേലി ചരിത്രം 3 തരം. ഒന്ന്, ഖുർആനും സുന്നത്തും പറഞ്ഞതിനോട് യോജിച്ച് വരുന്ന ചരിത്രങ്ങളുണ്ട്. ഒരു വ്യത്യാസമില്ലാതെ കൃത്യമായി ഖുർആൻ സൂചിപ്പിച്ച അതേ രീതിയിൽ, തിരു ഹദീസ് പഠന അതേ രീതിയിൽ ചരിത്രം പറയുന്ന ഇസ്രായേലി ചരിത്രങ്ങളുണ്ട്. അത് നമ്മൾക്ക് അവലംബിക്കേണ്ട ആവശ്യമില്ല. ഖുർആനും സുന്നത്തും ഉള്ളപ്പോൾ പിന്നെ അതിനെ അവലംബിക്കേണ്ട ആവശ്യമില്ല. ഇതിനോട് തെറ്റുണ്ടായിട്ടല്ല, ആവശ്യം വരുന്നില്ല. കാരണം അതിനേക്കാൾ വിശ്വാസയോഗ്യമായതാണ് ഖുർആനും സുന്നത്തും. എങ്കിലും അതിന് കുഴപ്പമില്ല. രണ്ടാമത്തത്, ഖുർആനോ സുന്നത്തോ തരുന്ന ചരിത്ര സത്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പറ്റി ഊഹിക്കാൻ പോലും പാടില്ലാത്ത മഹാ അപരാധങ്ങൾ പ്രചരിപ്പിക്കുന്ന ചരിത്രങ്ങൾ ഇസ്രായേലി ചരിത്രങ്ങളിലുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം കല്ലുമഴയിലൂടെയും ഭൂമി കീഴ്മേലായി മറിക്കലിലൂടെയും ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയെ ഹലാക്കാക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഖുർആൻ പറഞ്ഞതാണ്. ഇവിടെ ഇസ്രായേലികൾ എഴുതിയുണ്ടാക്കിയ ഒരു കള്ളച്ചരിത്രം എന്നും അത് തന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നത്. 2 മക്കളാണ് ഉണ്ടായിരുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാം, 2 പെൺമക്കൾ. ഈ 2 പെൺമക്കളും പ്രായപൂർത്തിയെത്തിയ മക്കൾ. അതിൽ ജ്യേഷ്ഠത്തി, പുരുഷന്മാരില്ലല്ലോ, ഒക്കെ കഴിഞ്ഞില്ലേ, ആകെ ഒരു വാപ്പയാവുന്ന ലൂത്ത് അലൈഹി സ്വലാം മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വബോധത്തോടു കൂടി തനിക്ക് വാപ്പയെ പ്രാപിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മൂത്ത മകള് നല്ല നൊരത്ത വീഞ്ഞു കൊടുത്ത് മദ്യത്തിൽ മയക്കി. സ്വബോധം നഷ്ടപ്പെട്ട പിതാവിനോടൊന്നിച്ച് മൂത്ത മകൾ ശയിച്ചു. പിറ്റേ ദിവസം രണ്ടാമത്തെ മകളോട് പറഞ്ഞു, സഹോദരി, ഇനി നമുക്ക് നാട്ടിൽ പുരുഷന്മാരൊന്നുമില്ല, നമുക്ക് സ്ത്രീകളായി ജീവിക്കണമെങ്കിൽ, ഒരു സമൂഹമാവണമെങ്കിൽ ഇവിടെ നമ്മുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ രാത്രി അച്ഛനെ വീഞ്ഞു കുടിപ്പിച്ച് അച്ഛൻ്റെ കൂടെ ശയിച്ചു. ഇന്ന് നീയും അച്ഛനെ വീഞ്ഞു കുടിപ്പിച്ച് അച്ഛൻ്റെ കൂടെ ശയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തി പിറ്റേ ദിവസവും. അങ്ങനെ 2 ദിവസങ്ങളിലായി സ്വന്തം പെമ്മക്കളോടൊത്ത് രാത്രി പങ്കിട്ട ഒരു കശ്മലനാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം എന്നാണ് ഇസ്രായേലി ചരിത്രം. അവരതെന്നെ എപ്പോഴും പ്രചരിപ്പിക്കും. അവർക്ക് അമ്പിയാക്കന്മാർക്ക് ഇസ്മത്തും കാര്യമൊന്നും അവർക്കില്ല. അവർക്ക് എന്തും പറയാം. ഇങ്ങനെ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. ഒറ്റ സാമ്പിൾ പറഞ്ഞാൽ ഞാൻ, ഇങ്ങനത്തെ ചരിത്രങ്ങൾ തള്ളിക്കളയാൻ, നിർദാക്ഷിണ്യം തള്ളിക്കളയാൻ, പഠിക്കാൻ തന്നെ പോകേണ്ട ആവശ്യം. ഖുർആനൊത്തും സുന്നത്തിനും ഒത്തും വന്നത് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ ആവശ്യമില്ല. ഖുർആനും സുന്നത്തും ഉണ്ടാകുമ്പോൾ അതിൻ്റെ മേലെ എല്ലാവരുടെ ചരിത്രം. ഇനി മൂന്നാമത്തതൊന്നുണ്ട്. ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിനും എതിരല്ല. നമ്മുടെ അഖീദക്കോ
നമ്മുടെ ഫിഖ്ഹിനോ നമ്മുടെ ധാർമ്മിക ബോധത്തിനോ ഒന്നും എതിരല്ലാത്ത ചില ചരിത്ര ശകലങ്ങളുണ്ട്. അത് പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ബല്ലിഗു അന്നീ വലൗ ആയ. സഹാബാക്കളോട് പറയാം, ഒരായത്തെങ്കിലും വേണ്ടില്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ എന്നിൽ നിന്നിട്ട് ഇൽമ എത്തിച്ചു കൊടുക്കണം. വഹദ്ദിസു അൻ ബനീ ഇസ്രായീല വലാ ഹറജ. ഇസ്രായേലി കഥകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാം, കുഴപ്പമില്ല. അത് പക്ഷേ ഖുർആൻ അനുകൂലമായും പറഞ്ഞിട്ടില്ല, ഖുർആനും സുന്നത്തും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ശരീഅത്തിന് എതിരുമല്ല. അങ്ങനത്തെ ചരിത്രം വേണമെങ്കിൽ പറഞ്ഞോളൂ. ഏതുപോലെ നമ്മളെ ജലാലൈനിലൊക്കെ കാണാം, പറിക്കാൻ പാടില്ല, പഴം പറിക്കരുത് എന്ന് പറഞ്ഞ മരം ഏതാണ്, ഏത് പഴമാണ് പറിക്കാൻ പാടില്ല? ഏതായാലും എന്താ, ഖുർആൻ അത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ. വിരോധിച്ചു, പറിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്നിട്ട് പഴം പറിച്ചു. അതുകൊണ്ട് അത് കാരണമായി ഭൂമി ലോകത്തേക്ക് പോരേണ്ടി വന്നു. അത് തെറ്റാണോന്നൊന്നുമില്ല ഇപ്പം ഞാൻ പറയുന്നത്. എന്നാൽ അവര് പറയുന്നത് അത് ഗോതമ്പായിരുന്നു. ഒരു കൂട്ടർ പറയുന്ന ആപ്പിളായിരുന്നു, വേറൊരു കൂട്ടർ പറഞ്ഞു മുന്തിരിയായിരുന്നു. ഏതായാലും കുഴപ്പമൊന്നുമില്ല, വിലക്കപ്പെട്ട ഒരു കനി അത് ഭക്ഷിച്ചു. അതെന്തായിരുന്നു? എന്തായാലും എന്താ, ബക്ര സംഭവത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ഈ ബക്കറത്തിനെ അറുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾ ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ശരീരത്തിൽ അടി കൊടുക്കണം. അത്രേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു കൂട്ടർ പറഞ്ഞു വാലുകൊണ്ടാണ്, വേറൊരു കൂട്ടർ പറഞ്ഞു നാവുകൊണ്ടാണ്. ഇങ്ങനെ ആ പശുവിന്റെ വിവിധ അവയവങ്ങളെ പറഞ്ഞു. ഏതായാലും എന്താ കുഴപ്പം? ഇങ്ങനെ ഖുർആന് എതിരുമല്ല, എന്നാ ഖുർആന് അനുകൂലമായിട്ട് വ്യക്തമാക്കിയതാണോ? അതുമല്ല, വെറുതെ വിട്ടത്. പഠിച്ചതുകൊണ്ടായിട്ട് പ്രത്യേകിച്ച് ഫായിദൊന്നും കിട്ടൂല, പഠിച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല. അങ്ങനത്തെ ചരിത്രം, ഇതാണ് അനുവാദം. ഹദ്ദീസു അൻ ബനീ ഇസ്രായേൽ ഒരാൾക്ക്. പക്ഷേ ഒരു സൂചി കടക്കാൻ ദ്വാരമുള്ളതിലൂടെ ഒട്ടകത്തെ കടത്തുകയാണ് പല ചരിത്രകാരന്മാരും ചെയ്തത്. ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് മുബ്തദികളാണ്. ഇസ്രായേലിയാത്തിനെ പറ്റേ തള്ളേണ്ട ആവശ്യമില്ല. ഇസ്രായേലി 3 ഇപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഒന്ന് ഖുർആനും സുന്നത്തിനും അനുഗുണമായത്, അതിൻ്റെ ആവശ്യമില്ല, പറയണോണ്ട് കുഴപ്പമില്ല. രണ്ടാമത് ഖുർആനും സുന്നത്ത് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായത്, അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല, അത് ഉദ്ധരിക്കാനും പാടില്ല. മൂന്നാമത്തേത് അനുഗുണവുമല്ല പ്രതികൂലവുമല്ല, അത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, വേണ്ടെങ്കിൽ പറയണ്ട. ചില കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മനസ്സിലാക്കും. ഇത് മാത്രമേ അനുവാദമുള്ളൂ. അത് പൂർവ്വചരിത്രം, അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. പിന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് നമ്മുടെ കാലഘട്ടം വരെയുള്ള ഇസ്ലാമിൻ്റെ ചരിത്രമാണ് മുഖ്യമായി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മറ്റേ അമ്പിയാക്കന്മാരുടെ ചരിത്രം കൊണ്ട് ഒരുപാട് ഫലമുണ്ട്. യഥാർത്ഥത്തിൽ പഴയ കാലത്ത് ഇവിടെ എങ്ങനെ വിജയിച്ചു, എങ്ങനെ പരാജയപ്പെട്ടു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ എന്ത് എന്നൊക്കെ മനസ്സിലാക്കാൻ അമ്പിയാക്കന്മാരുടെ ചരിത്രം പലപ്പോഴും. നമ്മളതല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ ചരിത്രം മുതൽക്ക് ഇങ്ങോട്ട്, അവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്നതിന് കുഴപ്പമില്ല, സംശയരഹിതമായി ലഭ്യമല്ല. ചില സംശയത്തിന് അടിസ്ഥാനമുണ്ട്. അതിന് നബി ഇസ്ലാമുള്ള ചരിത്രം കിട്ടും, പക്ഷേ ഒരുപാട് സംശയത്തിന് വിധേയമായതുകൊണ്ട് അതിൽ അധികം അധ്വാനിക്കുന്നതിൽ ഫായ്ദയില്ല. എങ്കിലും നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ അങ്ങനെ പോകുന്നത് നല്ലത് തന്നെയാണ്. അതിന് നബി അലൈഹി ഇസ്ലാം വരെ എത്താൻ ധാരാളം ചരിത്ര പണ്ഡിതന്മാർ, എന്തിനേറെ നമ്മളെ സംബന്ധിച്ച് ഷാഫി ഇമാം തന്നെ. ഷാഫി ഇമാം യമനിൽ ഖാദിയായി നിൽക്കുമ്പോൾ, അക്കാലത്തെ യമൻ്റെ അമീർ ഹാറൂൺ റഷീദാണ് ഖലീഫ. അക്കാലത്തെ യമനിലെ അമീർ ഒരു അക്രമിയായിരുന്നു. അയാളുടെ അക്രമത്തിനെല്ലാം കൂട്ടുനിൽക്കുന്ന ചില ഖാദിമാരും ഉണ്ടായിരുന്നു. അവരെ മാറ്റി തൽസ്ഥാനത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങളെ ഖാദിയായി നിയമിച്ച യമനിൽ, അതോടുകൂടി സത്യവും നീതിയും ഖുർആനും സുന്നത്തും തൻ്റെ ആയുധമായി സത്യത്തിന് വേണ്ടി തൻ്റെ ഖാദി സീറ്റ് ഉപയോഗപ്പെടുത്തി. അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല അമീറിന് പോലും തിരിച്ചടികൾ വന്നു. ഈ തിരിച്ചടികൾ വന്നപ്പോൾ അക്കാലത്തുള്ള ഏകമതി ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവൻ അലവിയാണ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അനുകൂലിയാണ്. ഷിയ 2 വിഭാഗം, അബ്ബാസി ഒരു വിഭാഗവും അലവി വേറൊരു വിഭാഗമായിട്ട്.
അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അലവി അനുകൂലിയാണെന്നും അലവികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണെന്നും ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ യമൻ എന്ന് പറയുന്ന പ്രവിശ്യ തന്നെ ഹാറൂൺ റഷീദിന്റെ അധികാരത്തിൽ നഷ്ടപ്പെടുമെന്നുള്ള ഒരു കള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദിന് കിട്ടി. അതിൽ പേര് പറഞ്ഞ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഖാദി ഷാഫി ഇമാമിനെയും അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടുവന്നു, ബാഗ്ദാദിൽ കൊണ്ടുവന്നു. അവരെ പേര് കേട്ടപ്പോൾ തന്നെ ഹാറൂൺ റഷീദിന് മനസ്സിലായി ഇവർ ഒറിജിനൽ അലവികളാണ്, പുറമക്കാരാകില്ല. ഇമാം ഹസൻ, ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവരുടെ മക്കൾ പരമ്പരയാണ്. പക്ഷേ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്നൊക്കെ അവരെ കണ്ണിൽ കരടായിട്ടാണ് മറ്റൊരു കാണുന്നത്. അബ്ബാസികൾ ചോദ്യം കൂടി ചെയ്യാതെ കൊന്നു കളഞ്ഞു. പക്ഷേ ഷാഫി ഇമാമിന്റെ പരമ്പര അതല്ലല്ലോ. ഇവര് ബനു ഹാഷിമല്ല, ബനു മുത്തലിബാണ്. തങ്ങൾ തന്നെയാണ്, സാധാ തിങ്ങളിൽപ്പെട്ട ആളാണ്, പക്ഷെ ബനു മുത്തലിബാണ്, അരബിയല്ല. അങ്ങനെ മഹാനവറുകളെ വിചാരണക്കെടുത്തു. ഒന്നാമത്തെ ചോദ്യം തന്നെ നിങ്ങളുടെ നസബ് പറയുക എന്നാണ്. തറവാട് മഹാനവറുകൾ സ്വന്തം പേര് തൊട്ട് തുടങ്ങി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പേരുകൾ ഒന്നിൻ്റെ പിറകെ ഒന്നായി എഫ്ദിൽ നിന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു ആദമു മിൻ തുറാബ്. ഭൂമിയിലേക്ക് ഇങ്ങനെ ആദമു മിൻ തുറാബ്. എൻ്റെ അസിൽ എവിടെയെന്ന് വെച്ചാൽ ഇവിടെയാണ്. അവിടെ നിന്ന് പോകുന്ന ആദം നബിയായി വന്നിട്ട് എൻ്റെ വാപ്പ വരെ. ഹാറൂൺ റഷീദ് വലിയ പണ്ഡിതനാണ്. നമ്മൾ വിചാരിച്ചേക്ക് ഒരു രാജാവല്ല. മുത്തലഖ് മുജ്തഹിദിന്റെ ദറജ എത്തിയ, ഖുർആനിനും സുന്നത്തിനും സ്വയം വ്യാഖ്യാനം പറയാൻ അധികാരമുള്ള വലിയ മുജ്തഹിദിന്റെ ദറജ എത്തിയ വലിയ മുഹദ്ദിസും മുഫസ്സിറുമാണ് അദ്ദേഹം. പറഞ്ഞു ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു ഫസാഹത്ത് ഒരു ഖുറൈശിയിൽ നിന്നല്ലാതെ ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഷാഫി ഇമാം ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പര എണ്ണി പറയുകയും ഷാഫി ഇമാമിനോട് കിടവെക്കുന്നൊരു പണ്ഡിതനായ രാജാവ് അത് ശരിവെക്കുകയും ചെയ്തതിൽ നിന്നിട്ട് ഞാൻ എന്ത് മനസ്സിലാക്കുക? ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പര പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അദ്നാനിന്റെ മേപ്പോട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇവിടുന്ന് അദ്നാനിന്റെ മേപ്പോട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരെ. അതിന്റെ കാരണം എന്താ? ഇത് അറബി പാരമ്പര്യമാണ് ഇങ്ങോട്ട് പോരുന്നത്. അറബികൾ ആദ്യകാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്തവരും എഴുതി ചരിത്രം സൂക്ഷിക്കാത്തവരുമാണ്. അവർ ഓർമ്മയിൽ നിന്നിട്ടെടുത്ത് പറയുന്നവരായിരുന്നു. പിൽക്കാലത്ത് അക്ഷരാഭ്യാസം വന്ന് അറബികൾ എഴുതാൻ തുടങ്ങിയത് മുതൽക്കാണ് അദ്നാന് മുതൽക്ക് ഇങ്ങോട്ടുള്ള ചരിത്രം കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഊഹാണ്. പക്ഷെ അവിടെ 35 പിതാക്കളെ വരെ എണ്ണിയവരുണ്ട്. 7 പിതാക്കളിലാണ് ഇപ്പൊ നമ്മളൊക്കെ എണ്ണി നിർത്തുന്നത്. അദ്നാന്റെ മേപ്പോട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തുമ്പോൾ വെറും 7 വാപ്പമാര്. എന്നാൽ ചിലര് 15 പറഞ്ഞവരുണ്ട്, 30 വരെ പറഞ്ഞവരുണ്ട്. ഈ സംശയമുള്ളത് കൊണ്ടാണ് അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അവിടെ നിന്ന് അങ്ങോട്ടൊരു കുഴപ്പമില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുതൽക്ക് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം മുതൽ അബുൽ ബഷർ ആദം അലൈഹി സ്വലാം വരെയുള്ള ചരിത്രം കൃത്യമാണ്. എന്താ കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാമിൻ്റെ മകൻ യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ മകൻ, ആ വഴി വരുന്ന ഇസ്രായേലി ചരിത്രകാരന്മാർ നേരത്തെ കിതാബുള്ളവരും അക്ഷരാഭ്യാസമുള്ളവരും ചരിത്രം എഴുതി സൂക്ഷിക്കുന്നവരുമായിരുന്നു. അവിടെ പേര് ഉച്ചരിക്കുന്നിടത്ത് ഭാഷ വ്യത്യാസം ഉള്ളതുകൊണ്ട് ചെറിയ മാറ്റങ്ങളുണ്ടെന്നല്ലാതെ എണ്ണത്തിലോ കാലഘട്ടത്തിലോ ഒരു സംശയമില്ല. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം മുതൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം വരെയുള്ള സംശയരഹിതമാണ്. ഉച്ചാരണത്തിൽ ഭാഷ വ്യത്യാസത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അവിടെ നിന്ന് അദ്നാൻ വരെ, അബ്ദുള്ള മുതൽക്ക് അദ്നാൻ വരെയുള്ളത് 100% സത്യസന്ധമാണ്. ഇമാം ബുഖാരി വരെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് സംശയാസ്പദമാണ്. അപ്പം ആ ഉറപ്പുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നോടം മുതൽക്കാണ് ഇസ്ലാമിക ചരിത്രം എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള ഈ ചരിത്രത്തിൻ്റെ ഒന്നാം ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 വയസ്സായി 23 വർഷമല്ല,
നുബുവത്ത് കിട്ടിയതിൻ്റെ ശേഷമുള്ള 23 അല്ല, 63 കൊല്ലം തന്നെ ചരിത്രത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസത്തിൽ ഖിലാഫത്ത് ഏറ്റെടുത്തത് മുതൽക്ക് ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 41 റമളാൻ മാസം 17 കൊല്ലപ്പെടുന്നത്. അതുവരെയുള്ള 29 കൊല്ലം, 6 മാസം ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടവും. അൽ ഖിലാഫത്തു ബഅദി 30 സന, യഥാർത്ഥ സമ്പൂർണ്ണാർത്ഥത്തിലുള്ള ഖിലാഫത്ത് എൻ്റെ ശേഷം 30 വർഷമാണെന്ന് സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് 29 കൊല്ലം. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് തുടങ്ങിയത് റബീഉൽ അവ്വലിലാ. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത് റമളാൻ മാസത്തിലാണ്. പിന്നെ അടുത്ത 6 മാസം ഈ റമളാനിൽ ഖിലാഫത്ത് ഏറ്റെടുത്ത് റബീഉൽ അവ്വൽ ഹിജ്റ 41 റബീഉൽ അവ്വലിൽ മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി ഒന്നിച്ച് ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്ന, ഒരു നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജമാഅത്ത് വരണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തനിക്ക് അവകാശപ്പെട്ട ഖിലാഫത്ത് സ്വയം രാജിവെക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുകയും ചെയ്ത അത് റബീഉൽ അവ്വൽ, 41ാമത്തെ വർഷം റബീഉൽ അവ്വൽ. ഇതുവരെയുള്ള 30 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ 10 വർഷം കൂട്ടിയാൽ 40. ഇത് അൽ ഖിലാഫത്തുർ റാഷിദ എന്ന് പറയും. നമ്മളെ സുന്നികളെ സംബന്ധിച്ച് അതിൽ യാതൊരു തർക്കമില്ല. ആധുനിക ചിന്താഗതിക്കാരെ ഇതൊന്നും തളർപ്പ് കൂട്ടിയെന്ന് നമ്മുടെ മൗദൂദി സാഹിബ് തന്നെ, അതിനെപ്പറ്റി എല്ലാം നമ്മളെ വിഷയമല്ല, എന്നാലും മൗദൂദി സാഹിബ് തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തോടു കൂടി ഇസ്ലാമിക ഖിലാഫത്ത് അവസാനിച്ചു എന്നും പിന്നീടുള്ളതൊക്കെ മുലൂക്കിയത്താണ് എന്നും പറയുന്ന ആളാണ്. അത് സഹിഹായ ഹദീസിന്റെ നേരെ വിരുദ്ധ. അൽ ഖിലാഫത്തു ബഅദി 30 സന എന്ന് നസ്സായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനിഷേധ്യമായി തെളിഞ്ഞ സഹിഹ ഹദീസാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉൾക്കൊള്ളുന്ന 12 അല്ലെങ്കിൽ 13 കൊല്ലം മാത്രമേ ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടായിട്ടുള്ളൂ. അവിടെ നിന്നുള്ളതൊക്കെ ശേഷമുള്ളതൊക്കെ മുലൂക്കിയത്താണ് എന്ന് പഠിപ്പിക്കുന്ന മൗദൂദി സാഹിബിന്റെ ചരിത്രം അത് ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഖുലഫാഉൽ അർബഅത്തല്ല, ഖുലഫാഉൽ ഖംസത്തുണ്ട് അൽ ഖിലാഫത്തുർ റാഷിദയിൽ. പക്ഷേ 6 മാസേ ഹസൻ റളിയല്ലാഹു അൻഹു ഭരിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് ഒരു നീണ്ട കാലഘട്ടം ഇല്ലാത്തതിനാൽ ചിലർ 4 എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഹദീസ് സഹീഹ് ആവണമെങ്കിൽ 30 വർഷം തികയാണെങ്കിൽ ഈ 6 മാസം കൂടി കൂടണം. രണ്ടാമത്തെ ഘട്ടം ഹിജ്റ 41 ആമുൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്റ 41 തുടങ്ങി ഹിജ്റ 131 വരെയുള്ള ഉമവി ഖിലാഫത്ത് കാലഘട്ടം. ഇതിന് മുലൂക്കിയത്ത് എന്നാ പറയാ. പക്ഷെ മുലൂക്കിയത്ത് തുടങ്ങിയത് പലരും പറയാം 41 അല്ല, 41 ബഹുമാനപ്പെട്ട ഇമാം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന ഖലീഫയായി ബൈഅത്ത് ചെയ്തു എന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിൽ നിന്ന് രാജിവെച്ച താൻ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തപ്പോൾ ചിലർ സംതൃപ്തിയോടുകൂടിയും ചിലർ മനസ്സില്ലാതെയും ഏതായിട്ടെ മുസ്ലിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്ത ഹിജ്റ 41 അദ്ദേഹം ഖലീഫയാണ്. അതിന് മുമ്പ് എന്തൊക്കെയോ വർഷം നടക്കുന്നുണ്ട്. 20 കൊല്ലം അമീറായി ഭരണം നടത്തിയിട്ടുണ്ട്. അതൊന്നും ഖിലാഫത്തായിട്ട് എണ്ണാൻ പറ്റൂല. ഹിജ്റ 41 ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു രാജിവെച്ച് ബൈഅത്ത് ചെയ്ത അന്ന് മുതൽ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയാണ്. പിന്നെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ 80 ചില്ലാൽ 83ഓളം വയസ്സ് ജീവിച്ച മുആവിയ അവസാന കാലത്ത് ക്ഷീണിതനായപ്പോൾ തൻ്റെ പിൻഗാമിയായി ആര് വരണം? രണ്ടിനും മാതൃകയുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പിൻഗാമിയായി നോമിനേറ്റ് ചെയ്തു.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻഗാമിയെ നോമിനേറ്റ് ചെയ്യാതെ സമുദായത്തിനെ ഏൽപ്പിച്ചു. 2 ചെയ്താലും ചരിത്രത്തിൽ പിൻബലമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന കാലഘട്ടത്തിൻ്റെ അവസ്ഥയല്ല ഇന്ന് ജനങ്ങളുടെ അവസ്ഥയൊക്കെ മാറി കുഴപ്പങ്ങൾ തലപൊക്കി വരാൻ വളരെ എളുപ്പമുള്ള ഒരു അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ യോഗ്യനായ ഒരാളെ തൻ്റെ ശേഷമുള്ള ഭരണാധികാരിയായി നിർദ്ദേശിച്ചു. പക്ഷേ അത് മകനായിപ്പോയി എന്ന് മാത്രം. ഉപദേഷ്ടാക്കളുടെ കുരുട്ടുബുദ്ധിയാണ് അതിലേക്ക് നയിച്ചത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ആദ്യം ഒരിക്കലും തൻ്റെ മകൻ ഖലീഫയാകാൻ യോഗ്യനാണെന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല. തൻ്റെ മകനെ എന്നെ ഖലീഫയായി നോമിനേഷൻ ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. അവിടുത്തെ വിശ്വസ്തരായ ചില ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് മകനെ നോമിനിയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ബാപ്പ കഴിഞ്ഞാൽ മകൻ, മകൻ കഴിഞ്ഞാൽ പേരമകൻ എന്നുള്ള മുലൂക്കിയത്ത്. ഇത് എഴുന്നേറ്റ് ആദ്യം ചോദ്യം ചെയ്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിലിരുന്ന് എൻ്റെ മകൻ യസീദിനെ ഖലീഫയായി, എൻ്റെ ശേഷം ഖലീഫയായി ബൈഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകനല്ലേ, ഒരു ഒറ്റപ്പടിയും ഭയമില്ലാത്ത ആളാ, എഴുന്നേറ്റിരുന്ന് പറഞ്ഞു അക്കിസ്റവിയത്തും ഫിൽ ഇസ്ലാം, അക്കിസ്റവിയത്തും ഫിൽ ഇസ്ലാം ഇദാ മാത കിസ്റ ഖാമ മഖാമുഹു ഇബ്നുഹു വല്ലാഹി ലാ നുസല്ലിമുഹു അബദാ. ഒരു കിസ്റ മരിച്ചാൽ അയാളെ മകൻ കിസ്റയാവുന്നു, അയാൾ മരിക്കുമ്പോൾ അയാളുടെ മകൻ കിസ്റയാവുന്നു. ഇത് കിസ്റവിയത്താണ്, മുലൂക്കിയത്താണ്. ഇസ്ലാമിൽ അതില്ല, അത് നമ്മൾ അംഗീകരിക്കില്ല. മരിക്കുന്നത് വരെയും അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ അംഗീകരിച്ചിട്ടില്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു മരണം വരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. കാരണം എന്താണ്? ഖിലാഫത്തിൽ നിന്ന് വഴിമാറി മുലൂക്കിയത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മഹാന്മാരായ 4 ഇമാമിങ്ങൾ മാറി. ഇവിടെ മുതൽക്കാണ് മുലൂക്കിയത്ത് വരുന്നത്. അല്ലാതെ ബഹുമാനപ്പെട്ട മുആവിയ 20 കൊല്ലം ഖലീഫയായി ഭരിച്ചത് എല്ലാ ഷർത്തും അനുസരിച്ചുള്ള ഖലീഫയായി കൊണ്ട് തന്നെയാണ്. തൻ്റെ മരണശേഷം മകനെ നോമിനിയായി നിർദ്ദേശിച്ച് രാജാക്കന്മാരുടെ പാരമ്പര്യ പിന്തുടർച്ചക്ക് വാതിൽ തുറന്നു കൊടുത്തു എന്നതുകൊണ്ട് മുലൂക്കിയത്തിൻ്റെ തുടക്കം യസീദ് മുതൽക്കാണ്. ഈ ഘട്ടം 91 വർഷം കഴിഞ്ഞു. ചരിത്രത്തിൻ്റെ 2ാമത്തെ ഘട്ടം മുലൂക്കിയത്ത് 91 വർഷം. ഹിജ്റ 131 അത് അവസാനിക്കുന്നത്. അത് അവസാനിച്ചത് എന്താന്ന് അപ്പോൾ ഞങ്ങൾ പഠിക്കണം. അത് വല്ലാത്തൊരു സംഭവമാണ്. ഷിയാക്കൾ 2ആയി പിളർന്നു. ഉമവി ഖിലാഫത്തിൽ അനൈക്യമുണ്ടായി, വംശീയമായി പരസ്പരം പോരടിച്ചു. ഈ സന്ദർഭം മുതലെടുത്ത് അധികാരത്തിൽ കണ്ണും വെച്ച് നടക്കുന്ന ഷിയാക്കൾ 2 വിഭാഗമായി മാറി. ഒരു കൂട്ടർ അലവികൾ തന്നെ ഖലീഫയാവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അലവികൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട അബ്ബാസികൾക്കും ഖലീഫയാവാം. അങ്ങനെ ഹിജ്റ 99 തുടങ്ങിയ രഹസ്യ നീക്കം. ഹിജ്റ 99 എന്ന് പറയുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുന്ന സമയമാണ്, മനസ്സിലാക്കണം. 99 തുടങ്ങി ഹിജ്റ 131 മർവാൻ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന മർവാൻ സാനി ബൂസിറ, ഈജിപ്തിലെ ബൂസിറയിൽ വെച്ചിട്ട് നിഷ്കരുണം കൊല്ലപ്പെട്ടത് വരെയുള്ള കാലഘട്ടം. അതിനിടയിൽ ചരിത്രം പറയല്ല, ഒരിക്കലും നമ്മൾ ഊഹിക്കാൻ പോലും പറ്റാത്ത പലതും നടന്നുപോയി. ഷിയാക്കളാണ് ഒരു ഭാഗത്ത് ഉമവികൾ ആഭ്യന്തര പ്രശ്നം കൊണ്ട് കുഴഞ്ഞു മറിയാണ്. മറ്റോനാണോ ഖലീഫ, ഏട്ടനാകണം, അനുജനാകണം, എളാപ്പയാവണം, മൂത്താപ്പാവണം. കുടുംബം തല്ലി തലപൊളിക്കുന്ന സമയത്താണ് ഇത് മുതലെടുത്തുകൊണ്ട് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം അബ്ബാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഖുറാസാനിൽ നിന്നിട്ട് കറുത്ത പതാകയുമായി പുറപ്പെടും എന്ന് പറയുന്ന
അബൂ മുസ്ലിമുൽ ഖുറാസാനി, രണ്ട് അബൂ മുസ്ലിം ഉണ്ട് കേട്ടോ, ചരിത്രം പഠിക്കുന്ന ഒരു കൺഫ്യൂഷൻ ആകരുത്. അബൂ മുസ്ലിമുൽ ഹവലാനി എന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാനുണ്ട്. അസ്വദുൽ അൻസി ജീവനോടുകൂടി അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ പൂർണ്ണ സുരക്ഷിതനായി ആ അഗ്നികുണ്ഡം കെട്ടടങ്ങിയതിന് ശേഷം പുഞ്ചിരിച്ച് ഇറങ്ങി വന്നപ്പോ അസ്വദുൽ അൻസിയോട് ആൾക്കാർ പറഞ്ഞു, ഓനെന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദീൻ ഇവിടെ നടക്കൂല, ഇസ്ലാം രണ്ടാമത് വീണ്ടും തഴച്ചു വളരും, അതുകൊണ്ട് ഓനെ ഇവിടെ നാടെത്തിക്കൊള്ളിയും, ഇനി കൊല്ലാൻ കഴിയില്ല, തീയിലിട്ടിട്ട് ഒന്നും പറ്റിയില്ലല്ലോ. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിൽ ചെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഇരിക്കുന്ന സദസ്സിൽ ചെന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ യമനിലാണല്ലോ, ആ യമനിൽ ഒരാൾ ഉണ്ട് എന്ന് കേട്ടല്ലോ ഞാൻ, അദ്ദേഹത്തെ അസ്വദുൽ അൻസി തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തീയിൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതെ ആളാണ് ഞാൻ, മുസ്ലിം ആ ആളാണ് ഞാൻ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും മാറിയിരുന്ന് നടുവിൽ ആരെത്തി? അബൂ മുസ്ലിമുൽ ഹവലാനി. രണ്ടും പേരിരിക്കണം. അബൂ മുസ്ലിമുൽ ഹവലാനി അദ്ദേഹം വലിയ മഹാനാണ്. ഇബ്രാഹിം നബി അലൈഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇത്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ശത്രുക്കൾ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കെട്ടാൻ ഉപയോഗിച്ച കയറല്ലാതെ ബാക്കി ഒന്നും കഴിയാതെ രക്ഷപ്പെട്ടതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉമ്മത്തിൽപ്പെട്ട സഹാബിയല്ല, സ്ഥാപിയാണ്, ഉമ്മത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ അതേ പരീക്ഷണത്തിൽ അതേ വിജയം നേടി വന്ന അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മരിക്കാൻ ഭാഗ്യം തന്ന അല്ലാഹു തആല സ്തുതി എന്ന് പറഞ്ഞിട്ട് രണ്ടിടയിൽ അത് അബൂ മുസ്ലിമുൽ ഹവലാനിയാണ്. ഷിയാക്കളുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഉമവികളെ തകർക്കാൻ ശ്രമിച്ച സൈന്യത്തിന് നേതൃത്വം കൊടുത്ത കറുത്ത പതാകയുടെ നായകൻ അബൂ മുസ്ലിമുൽ ഖുറാസാനി ആണ്. അത് വലിയ യോഗ്യനാണ്, മഹായോഗ്യനാണ്. ഒരു മഹാ ഇസ്ലാമിക സാമ്രാജ്യത്തെ അട്ടിമറിച്ച് തകർത്ത് തരിപ്പണമാക്കി മറ്റൊരു ഗോത്രത്തെ ഭരണകൂടത്തിൽ അവരോധിച്ച് പ്രത്യേക ഇലക്ഷനിലൂടെ അല്ല, ചുടുചോരയിലൂടെ. ഇസ്ലാമിന്റെ പേരിലാണോ? അല്ല, ഷീയത്തിന്റെ പേരിൽ, ഷിയാക്കളുടെ പേരിൽ. എന്നിട്ടോ ഇയാൾക്ക് അവസാനം എന്താ ഉണ്ടായത്? രണ്ടാമത്തെ അബ്ബാസി ഖലീഫ മൻസൂർ, സഫാഹിന്റെ ശേഷം വന്ന മൻസൂർ, ഇയാള് തന്നെയും ഭരിക്കും. അബ്ബാസി ഖിലാഫത്ത് രണ്ട് കാലിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ആദ്യം അബൂ മുസ്ലിമുൽ ഖുറാസാനിയെ കൊന്നെങ്കിലേ സാധ്യമാവൂ. അവൻ രണ്ട് കാലിൽ ഈ ഭൂമുഖത്ത് നടക്കുമ്പോൾ അബ്ബാസി ഖിലാഫത്ത് സുസ്ഥിരമല്ല. ഉമവികളുടെ കയ്യിൽ നിന്നിട്ട് ഈ നിലക്ക് ബലത്താൽ പിടിച്ചു വാങ്ങി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ അവന് കഴിഞ്ഞെങ്കിൽ നാളെ നമ്മോട് എന്തെങ്കിലും അതൃപ്തി തോന്നിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുത്ത് അലവികളുടെ കയ്യിൽ കൊടുക്കാനും അബൂ മുസ്ലിം മടിക്കില്ല എന്ന് പറഞ്ഞ് മൻസൂർ നിഷ്കരണം കൊന്നു കളഞ്ഞേക്കാണ് അബൂ മുസ്ലിം. ഇവിടെ അതല്ല വിഷയം. അവസാനം ഈ പോരാട്ടങ്ങൾ ഒരു പ്രവിശ്യയിൽ നിന്ന് അടുത്ത പ്രവിശ്യയിലേക്ക് ഇങ്ങനെ കടന്നുപോയി അവസാനം ഡമസ്കസിലെത്തി, ഷാമിലെ ഡമസ്കസിലെത്തി. ഡമസ്കസിലാണ് ഉമവി ഖലീഫമാരുടെ മയ്യത്തൊക്കെ മറമാടിയത്. അവിടെ പ്രസിദ്ധമായ ഖബർസ്ഥാനിലാണ് എല്ലാവരുടെയും ഖബർ മറമാടിയത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒഴിച്ച്, അദ്ദേഹത്തിന്റെ കറാമത്താന്ന് പറയാം. മരിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ എല്ലാവരും ഖുലഫാഉർ റാഷിദുകൾ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖലീഫയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം മരിക്കാൻ രോഗിയായി കിടക്കുന്ന സമയത്ത് ദീർ സാമോൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സാമോൻ മഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്രിസ്തീയ മഠമുണ്ട്. ആ മഠാധിപതിക്ക് ആളയച്ച് വരുത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങളുടെ മഠത്തിന്റെ ഭൂമിയിൽ എനിക്കൊരു ഖബറിന് സ്ഥലം തരണം. ഊഹിക്കാൻ പോലും കഴിയാത്തത്. മക്കത്ത് കൊണ്ടുപോയിട്ടോ മദീനത്ത് കൊണ്ടുപോയിട്ടോ മറമാടണം എന്ന് പറഞ്ഞാൽ ലോകം സമ്മതിക്കുന്ന സമയത്ത് സാധാരണ എല്ലാ ഖലീഫമാരും മറമാടിയ ഡമസ്കസിലെ ഖബർസ്ഥാനിൽ മറമാടുന്നതിന് പകരം ദീർ സാമൂൻ എന്ന് പറയുന്ന ഒരു മഠത്തിന്റെ സ്ഥലത്ത് അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം, വേണ്ട ഞങ്ങളെ മഠത്തിൽ തന്നെ വേണമെങ്കിൽ നിങ്ങളെ മറമാടാൻ ഞങ്ങൾ തയ്യാറാണ്, വേണ്ട അതിൻ്റെ ഒരു ഭൂമി അനുവദിച്ചു തന്നാൽ മതി. അങ്ങനെ ദീർ സാമൂന്റെ ഭൂമിയിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മറമാടിയതിൻ്റെ പിന്നിൽ രഹസ്യത.
ഈ അബ്ബാസികളുടെ കൊടുങ്കാറ്റായിട്ട് മുസ്ലിം രാജ്യം ഒന്നിൻ്റെ പുറകെ ഒന്നായി പിടിച്ചെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഡമസ്കസിലെത്തിയപ്പോൾ ഡമസ്കസ് കീഴടക്കി എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന അവരുടെ കയ്യിൽ കിട്ടിയ സ്ത്രീയെന്നോ പുരുഷനെന്നോ മുതിർന്നവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഉമവി പാരമ്പര്യത്തിൽപ്പെട്ട മുഴുവനെണ്ണത്തിനെയും വെട്ടിക്കൊന്ന് നിഷ്കുരണം കൊല ചെയ്തു. കുറച്ചാളുകൾ, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാളും അയാളെ കുറച്ച് ആൾക്കാരും ജീവനും കൊണ്ട് ഓടി സ്പെയിനിൽ അഭയം തേടി. ബാക്കി ഒരൊറ്റ ഒന്നിനും കുട്ടികളെ പോലും വിടാതെ തീർന്നില്ല. അതുകൊണ്ട് തീർന്നില്ല. പിന്നീട് എന്ത് ചെയ്തു? ഖലീഫമാര്, മുമ്പുണ്ടായ ഖലീഫമാരുടെ ഖബർ മുഴുവനും മാന്തിയെടുത്തിട്ട് ആ മയ്യത്ത് പൂർണ്ണമായി ബാക്കിയുള്ളവരുണ്ട്, കുറേശ്ശുള്ളവരുണ്ട്, ഏതാനും എല്ലുകൾ മാത്രമുള്ളവർ മുഴുവൻ പുറത്തെടുത്ത് തീയിട്ട് കരിച്ച് ഭസ്മമാക്കി കളഞ്ഞു. അപ്പൊ ഇങ്ങനൊരവസ്ഥ ഭാവിയിൽ വരും എന്നും ആ അവസ്ഥയിൽ എൻ്റെ മയ്യത്ത് അവിടെ ചുട്ടീകരിക്കാൻ കിട്ടരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാനും ക്രിസ്ത്യാനികളുടെ മഠത്തിലെ ഭൂമിയിൽ കൊണ്ടുപോയിട്ട് മറമാടപ്പെട്ടു. ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടാണ് അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നത് പോലെ മർവാൻ ബിൻ മുഹമ്മദിനെ ആട്ടി അവസാനം നമ്മളെ ഇമാം ബൂസിരി ഇന്ത്യയുടെ നാടാവുന്ന ഈജിപ്തിൻ്റെ ഒരു ഭാഗമാവുന്ന ബൂസിറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ നിഷ്കരുണം വെട്ടിക്കൊന്ന. യുദ്ധത്തിൽ നിന്നല്ല, അഭയാർത്ഥിയായിട്ട് ഒരു വീട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് എന്ന് ഇയാളെ എടുത്ത് നിഷ്കരുണം വെട്ടിക്കൊന്നിക്കുക. അങ്ങനെയാണ് ഹിജറ 139 ഉമവി ഖിലാഫത്ത് അവസാനിക്കുന്നത്. പിന്നെ അബ്ബാസി ഖിലാഫത്ത്. ഇനി ഞാൻ പറയുന്നത് എന്താണ്? പറയുന്നത് ശ്രദ്ധിച്ചോളൂ. മുസ്ലിം ചരിത്രത്തിൽ തന്നെ നമ്മൾ വളരെ ശങ്കയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു സത്യം, ഇസ്ലാമിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തവരിൽ പ്രമുഖരെല്ലാം ഷിയാക്കളാണ്. വാഖിദി ആവട്ടെ, മസ്ഊദി ആവട്ടെ, ഇങ്ങനെ പോന്നിട്ട് അവസാനം നമ്മളെ തമശ്ശേരി വരെയുള്ള പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ ഷിയകളാണ്. ഈ പുസ്തകം അവർ പബ്ലിഷ് ചെയ്യുന്നത് കാലഘട്ടം ഏതാണ് അതുകൂടി മനസ്സിലാക്കുക. ഇവർ പബ്ലിഷ് ചെയ്യുന്ന കാലഘട്ടം അബ്ബാസി ഖിലാഫത്താണ്. അബ്ബാസി ഖിലാഫത്ത് നിലനിൽക്കുമ്പോഴാണ് ഷിയകളായ ചരിത്ര പണ്ഡിതന്മാർ ഖിലാഫത്തിന്റെ ചരിത്രം എഴുതി പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രാഷ്ട്രീയമായും ആദർശപരമായും രണ്ട് പ്രത്യേക സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് ചരിത്ര വിദ്യാർത്ഥികളാവുന്ന നമ്മൾ പഠിക്കണം. ഇതൊന്നും ചരിത്രമല്ല, ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളാണ്. ആ നിലയ്ക്ക് ആ ചരിത്രത്തെ നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ. ഈ വാഖിദി, മസ്ഊദി തുടങ്ങിയ ദമശ്ശരി തുടങ്ങിയ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾക്ക് ഉമവികളുമായി ആദർശപരമായ ശത്രുതയുണ്ട്. ഉമവികൾ എല്ലാവരും സുന്നികളായി. സംഗതി കുറച്ചൊക്കെ രാജകീയമായ ചില വീഴ്ചകളൊക്കെ അവരുടെ ഇടയിലുണ്ട് എന്നത് സമ്മതിച്ചാൽ പോലും അവരെല്ലാവരും സുന്നികളായിരുന്നു. സുന്നികളോട് ഷിയാക്കൾക്ക് എന്നും ജന്മശത്രുതയാണ്. അതുകൊണ്ട് തന്നെ ഉമവികളുടെ ചരിത്രം കൃത്രിമമായി ചേർത്ത് കള്ള ഹദീസുകൾ ഉണ്ടാക്കി, കള്ള ചരിത്രങ്ങൾ ഉണ്ടാക്കി ആ ഖിലാഫത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ അവമതിച്ച് അവഹേളിക്കുക എന്നത് ഷിയാക്കളുടെ ആദർശ ലക്ഷ്യമാണ്. എന്നാൽ അബ്ബാസികളാണല്ലോ ഭരിക്കണത്, ഇവരാണ് എഴുതുന്നെങ്കിലും ഭരിക്കണ അബ്ബാസികളാണ്. അബ്ബാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നികൾ തന്നെ. കുറച്ച് കാലം, ഒരു 30 കൊല്ലം മാത്രമേ ഇടയ്ക്കൊരു തകർച്ച ഉണ്ടായിട്ടുള്ളൂ. 500 ചില്ലാനം കൊല്ലം ഭരിച്ചതിലും കേവലം ഒരു 30 കൊല്ലം അമീനിൻ്റെയും മമ്മൂനിൻ്റെയും ശേഷമുള്ള ഒരു 28-29 കൊല്ലം ഷിയാക്കളെ അല്ലാത്ത അതിലൊരാൾ ഷിയ ഉണ്ടായി. ബാക്കി മുഅ്തസില സ്വഭാവത്തിൽ സുന്നിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ളൂ. ബാക്കി കാലത്തൊക്കെ അവർ മുമ്പുള്ളവരും ശേഷമുള്ളവരൊക്കെ സുന്നികളാണ്. അവർക്ക് ഉമവികളുമായി ആദർശപരമായി യാതൊരു വിരോധവുമില്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഇങ്ങനെ ഒരു ഖിലാഫത്ത്, ഉമവി ഖിലാഫത്തിനെ ഈ നിലക്ക് കണ്ണിൽ ചോരയില്ലാതെ
നിർദാക്ഷിണ്യം അടിച്ചമർത്തി തകർത്ത് തരിപ്പണമാക്കി മയ്യത്ത് പോലും എടുത്ത് ചുട്ടുകരിച്ച് അതിന് മാത്രം അവരെന്താണ് ചെയ്തത് എന്ന് സ്വാഭാവികമായി ആരും ചോദിക്കൂലേ? ഇതൊന്നും നിങ്ങൾ കേൾക്കൂല, പുറത്തു പറയുന്ന ചരിത്രത്തിൽ കേൾക്കൂല. ഇത് പുറത്തേക്ക് വിടാനുള്ള ചരിത്രമല്ല. പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് ഞങ്ങൾ മുന്നിൽ ഇത് പറയുന്നത്. ചില ചരിത്രങ്ങളൊന്നും പൊതുജനങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റില്ല. അപ്പൊ അവർ ഈ ചെയ്ത കയ്യേറ്റം, മരിച്ച മയ്യത്തുകളോട് വരെ ചെയ്ത കയ്യേറ്റം, എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിനൊക്കെ ആകെ ശരീരത്തിന് ഒരു ചെവിക്ക് മാത്രം എന്തോ ചെറിയ കേട് പറ്റിയെന്ന് വെച്ചാൽ ആ ശരീരം അങ്ങനെ വെച്ച അന്നത്തേക്ക് ഉണ്ടായിരുന്ന എത്ര കൊല്ലം മുമ്പ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖിലാഫത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഈ സുലൈമാനാണ്. അപ്പൊ 99 മുമ്പ് മരണപ്പെട്ടുപോയി. എന്നിട്ട് 31 മാന്തിയിട്ട് ആ ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ട് ചെയ്യുന്നതാണ്. ആകെ ഒരു ചെവിക്ക് മാത്രം ചെറിയ കേടുണ്ട്, ബാക്കി ഒന്നും പറ്റിയിട്ടില്ല. ഇത്രയും 30-ലധികം കൊല്ലം മണ്ണിൽ കിടന്നിട്ട് അതൊക്കെ പുറത്തെടുത്ത് ചുട്ടുകരിച്ച് കളയണമെങ്കിൽ അവർ വളരെ 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 മോശക്കാരാണ്, അവരെ മയ്യത്തിനെ പോലും ആദരിക്കേണ്ടതില്ല എന്നൊരു ധാരണ അവരെ പറ്റി സമൂഹത്തിലുണ്ടാകുന്നത് അബ്ബാസികൾക്ക് ആശ്വാസമാണ്. അവർ ചെയ്ത ക്രൂരതയ്ക്ക് ന്യായീകരണം പറയാൻ അവരൊന്നും പറയണില്ല. ചരിത്രം പറയുന്ന ഷീകൾ അത്രമാത്രം അവമതിച്ച് അവഹേളിച്ച് ഷീകളെ പ്രദർശിപ്പിക്കും, അല്ല ഈ ഉമവികളെ പ്രദർശിപ്പിക്കുമ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ മോശക്കാരാണെങ്കിൽ അബ്ബാസികൾ ചെയ്ത് ഏറൊന്നുമല്ല കണ്ടോ. അപ്പൊ അവരുടെ ഈ ചൈതികൾക്ക് ന്യായീകരണം കണ്ടെത്താൻ സഹായകമാകും എന്നതുകൊണ്ട് സത്യത്തിനോട് പുലബന്ധം പോലുമില്ലാത്ത ഷിയാക്കൾ എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകൾ തങ്ങളുടെ ഭരണകാലത്ത് പരസ്യമായി പബ്ലിഷ് ചെയ്യാൻ അബ്ബാസികൾ സമ്മതം കൊടുത്തു. ഈ രണ്ട് സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഉമവി ഖിലാഫത്ത് പഠിക്കാൻ. ബുക്ക് കണ്ടതൊക്കെ വായിച്ച് പഠിച്ച് പോരാൻ പാടില്ല. ആ കാലഘട്ടം ഏതാണ് കാലഘട്ടം? ഹിജ്റ 1-ാം നൂറ്റാണ്ട്, ഹിജ്റ 41 മുതൽ 60 കൊല്ലത്തോളം 1-ാം നൂറ്റാണ്ടിലും ബാക്കി 30 കൊല്ലം 2-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ കാലഘട്ടക്കാരാണ്. 1-ാം നൂറ്റാണ്ടിൽ 60 കൊല്ലവും 2-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ നിന്ന് 30 കൊല്ലം കൂടിയിട്ട് 90 കൊല്ലം. ആ കാലത്ത് കഴിഞ്ഞു പോയ ഭരണാധികാരികൾ രഹസ്യമായ ചില വീഴ്ചകളൊക്കെ ഉണ്ടായെന്നിരിക്കാം, പക്ഷേ ഇതർഹിക്കുന്നുണ്ടോ? അപ്പൊ അവരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വളരെ 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 സൂക്ഷിച്ച് നിങ്ങൾ വായിക്കലുണ്ടാവുമായിരിക്കും. സുന്നി വയസ്സിൽ പണ്ട് അതിന്ന് പറഞ്ഞ ഉമവി ഖിലാഫത്ത് ഇപ്പോൾ ലേഖനമായിട്ട് വരുന്നുണ്ട്. പഠിച്ചാൽ നല്ലതാണ്. കാരണം അങ്ങനെ നിങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ ഒരു പുസ്തകം നോക്കി കണ്ടെടുത്താൻ പ്രയാസപ്പെടും. കാരണം അത് ഈ വിശകലനത്തിന് വിധേയമാക്കി ഏതാണ്ടൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഭാഗം തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളതൊക്കെ നിഷ്കരണം അവഗണിച്ച് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലും ജീവിച്ച മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാര് അത്രയൊന്നും മോശക്കാരല്ല എന്നെങ്കിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഈ സമുദായത്തിന്റെ ആദ്യഘട്ടത്തെ പറ്റി നമ്മൾ എന്ത് വിശ്വസിക്കേണ്ടി വരും? അഥവാ മൻഹജും മസ്ലക്കും ചരിത്രത്തിൽ ശ്രദ്ധിക്കണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? മൻഹജും മസ്ലക്കും ശ്രദ്ധിക്കണം. അത് രണ്ടും രണ്ടാ. ഒന്ന്, ഈ ചരിത്രം എഴുതുന്ന പണ്ഡിതൻ ഏത് വിഷയത്തിലാണ് തർസൂസ് ചെയ്തത് നോക്കണം. ആ ചൊയ എന്തായാലും അയാൾ എഴുതുന്ന പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും. ഉദാഹരണം നോക്കി നിങ്ങൾ, നവവി ഇമാം അറിയപ്പെട്ട ഫഖീഹാൻ അല്ലേ? മൂപ്പരുടെ തഖസ്സുസ് ഫിഖ്ഹിലാണ്. എന്നാ എല്ലാ വിഷയത്തിലും ഉണ്ടല്ലോ. ഏത് വിഷയത്തിലുണ്ടെങ്കിലും റിയാദ് സ്വാലിഹീൻ നോക്കി ഫിഖ്ഹിന്റെ മസലകൾ ഇഷ്ടം പോലെ പറയും. അദ്കാറിൽ നോക്കി അദ്കാർ ഫിഖ്ഹിന്റെ കിതാബ് പറയും പോലെ പറയും. എന്താ? മൂപ്പര് മസ്ലക്കതാണ്. മൂപ്പര് മസ്ലക്കതാണ്. ഉദാഹരണം, റാസി ഇമാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ ഏതൊക്കെ വിഭാഗങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ്?
അതിലുള്ള തെറ്റെന്തൊക്കെയാണ് എന്ന് കൃത്യമായി നിർവചിക്കുകയും തൻ്റെ കാലത്ത് പരസ്യമായൊരു സ്റ്റേജിൽ വെച്ച് ഒരു മുബത്തദിയെ പ്രസംഗിക്കാൻ ധൈര്യപ്പെടാത്ത അത്രയും സുന്നത്ത് ജമാഅത്തിനെ തലയെടുപ്പോടുകൂടി ഉയർത്തിപ്പിടിച്ച് എല്ലാ വിധേയത്തുകാരും അടിച്ചമർത്തി ചവിട്ടി താത്തിയ അദ്ദേഹത്തിന് തഖസ്സുസ് അഖീദയിലാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി റാജിന്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ എന്താ ഉണ്ടാകുക? ഈ ആയത്തിൽ നിന്ന് ഏതൊക്കെ വിദഗ്ധക്കാർ തെളിവ് പിടിച്ച് അത് ശരിയോ തെറ്റോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പറയുന്ന മറുപടി എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അതാണ് മസ്ലക്ക്. അത് എവിടെയും കാണാം. ഇങ്ങനെ ഓരോ ഫന്നിൽ തഖസ്സുസുള്ള ആളുകൾ എഴുതുമ്പോൾ ആ ഫന്ന് പ്രത്യേകം ചോദിച്ച് കാണും. അതേസമയത്ത് മൻഹജോ, ചരിത്രം പറയാൻ ഒരു രീതിശാസ്ത്രമുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും ആ രീതിശാസ്ത്രത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇതവലംബിച്ച് ഏത് വിശ്വാസമുള്ള ആളാണ്, ഏത് മൻഹജിലാണ് അയാൾ ചരിത്രം പറഞ്ഞതെന്ന് നോക്കിയിട്ട് ഖുർആനും സുന്നത്തുമായി കമ്പയർ ചെയ്ത്, ഇസ്ലാമിൻ്റെ അഖീദയും ഫിഖ്ഹുമായി കമ്പയർ ചെയ്ത് ഇതിനോട് വിയോജിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ബുദ്ധിപരമായ ഖുർആനും സുന്നത്താണ് ഒന്നാമത്തെ പ്രമാണമെങ്കിലും ഖുർആനിലോ സുന്നത്തിലോ സഹിയായി വരാത്ത ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അവലംബിക്കേണ്ടത് ബുദ്ധിപരമായ സാധ്യതയാണ്. ഈ ബുദ്ധിപരമായ സാധ്യതയ്ക്ക് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് സമീപകാല ചരിത്രം വെച്ചിട്ട് പൂർവകാല ചരിത്രത്തെ ഖിയാസ് ചെയ്യുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ എത്രയോ പറയാണ്ട് ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട കരീമുള്ളാഹി മൂസ അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, ബനി ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്നിട്ട് ഷാമിലേക്ക് പുറപ്പെടുക. അന്ന് യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജബാബിറത്ത് എന്ന് പറയുന്നൊരു അമാലിക വിഭാഗമുണ്ട് ഷാമിൽ. അവരോട് യുദ്ധം ചെയ്യാൻ ലക്ഷ്യം, എന്നിട്ട് അവിടെ കുടിയേറി താമസിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോവുക. എത്ര പട്ടാളക്കാരുണ്ടായിരുന്നു? കുറച്ച് നോക്കിയില്ലേ? 6 ലക്ഷം. ആർക്ക്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പട്ടാളത്തിന്റെ അംഗസംഖ്യ 6 ലക്ഷം. 20 വയസ്സിന്റെ മേൽപോട്ടുള്ളവർക്ക് മാത്രമേ റിക്രൂട്ടിംഗ് ഉള്ളൂ, അല്ലാത്തവരെ പട്ടാളത്തിൽ എടുക്കൂല. അപ്പൊ 20 വയസ്സിന്റെ കീഴ്പ്പെട്ടുള്ള കുട്ടികളും 60 വയസ്സോ 70 വയസ്സോ കഴിഞ്ഞ് വൃദ്ധന്മാരും സ്ത്രീകളും മാറ്റി നിർത്തിയിട്ട് 6 ലക്ഷം പട്ടാളക്കാരുണ്ടാണെങ്കിൽ ചുരുങ്ങിയതൊരു 25 ലക്ഷം ആളുകളെങ്കിലും വേണ്ടേ? ഈ സ്ത്രീകളെ മുഴുവൻ മാറ്റി നിർത്തണം, കുട്ടികളെ 20 കീഴ്പ്പെട്ടുള്ള കുട്ടികളെയും മാറ്റി നിർത്തണം, വൃദ്ധന്മാരും അവസരമായി അവരെയും മാറ്റി നിർത്തണം. എന്നിട്ട് യുദ്ധത്തിന് പറ്റുന്ന യോഗ്യരായ പ്രായമുള്ള 6 ലക്ഷം പട്ടാളക്കാരുണ്ടെങ്കിൽ ഒരു 20 ലക്ഷമെങ്കിലും കൂട്ടിക്കോളി. ഇസ്രായേലിയർ ഈജിപ്തിൽ എന്നാ വന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെയും മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഇടയിൽ 4 വാപ്പമാരേ ഉള്ളൂ. അറിയോ? വെറും 4 വാപ്പമാര്. നോക്ക്, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മകൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വാപ്പ ഇമ്രാൻ, ഇമ്രാന്റെ വാപ്പ യസ്ഹർ, അയാളുടെ വാപ്പ കാഹസ്, അയാളുടെ വാപ്പ ലാവ അല്ലെങ്കിൽ ഡാവി എന്ന് പറയുന്ന യാക്കൂബ് നബി ഇസ്ലാമിന്റെ മകൻ. എത്ര കൊല്ലാണ്ടായത്? കേവലം 220 കൊല്ലം. ചരിത്രം തന്നെ വായിച്ചു പോകാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്. 220 യാക്കൂബ് നബി അലൈഹി സ്വലാം വരുമ്പം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും കൂടി കേവലം 70 ആളുകളാണ്. ഈ 70 ആണും പെണ്ണും വലിയോരും കുട്ടികളും ആകെ ഈജിപ്തിലേക്ക് വരുമ്പോൾ 70 ആള്. എന്നിട്ട് ഈജിപ്തിൽ അവർ താമസിച്ചു എത്ര കൊല്ലം? 220 കൊല്ലം. അതിൻ്റെ ഇടയ്ക്ക് ഫിറോൻ കുറേ കുട്ടികളെ കൊന്നും പോയില്ലേ? ആൺകുട്ടികളെ കൊന്നു. അതോടുകൂടി തന്നെ ഉൽപാദന ശേഷി കുറയല്ലേ? പെൺകുട്ടികൾ ഒറ്റക്കായ കുട്ടികളുണ്ടാവുമോ? ഇങ്ങനെ വെറും 220 കൊല്ലം കൊണ്ട് 70 ആള് 20 ലക്ഷമായി എന്ന് പറഞ്ഞാൽ അത് ഏത് ബുദ്ധിയാണ് സംഭവിക്കുക?
ഇനി വേണ്ട, ഞാൻ ഇതിനാണ് പഠിച്ച ഒരുപാട് പറയാണ്ട്. ഈ 20 ലക്ഷം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന മൈതാനിയുടെ 70 ആള് വർദ്ധിച്ചിട്ട് അത് തന്നെ കുറെ കാലം ഫിർഔൻ ആൺകുട്ടികളെ കൊന്നിട്ടും വെറും 220 കൊല്ലം കൊണ്ട് 20 ലക്ഷത്തിന്റെ മേലെ വന്നു എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്. ആണെന്ന് വെച്ചോ. എങ്കിൽ ഈ സൈന്യത്തിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നോക്കെത്തുവോ? ഇന്നത്തേക്ക് ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ സംവിധാനം അന്നുണ്ടോ? പട്ടാളത്തിന്റെ ഇടത് വിങ്ങും വലത് വിങ്ങും തമ്മിൽ കാണുമോ? ആശയവിനിമയം നടക്കുവോ? ഇനിയോ ഫറോവയുടെ സൈന്യങ്ങളുടെ മുന്നണി പോരാളികൾ 10 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ എവിടെ ഈ 30-35 ലക്ഷം ആളുകൾ എവിടെ കൂടിയത്? നിങ്ങൾ അത് പറഞ്ഞേരി. അപ്പൊ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് കണക്ക് വെച്ച് പരിശോധിക്കണം. ഇനി വേണ്ട, അബ്ബാസി ഖലീഫമാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഹാറൂനുർ റഷീദ് ആധുനിക യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന ചരിത്രങ്ങളിൽ അദ്ദേഹം ഒരു കള്ളുകുടിയനാണ്. ഒരു കള്ളുകുടിയൻ രാത്രിയായ നേരം വെളുക്കുന്നത് വരെ കള്ള് കുടിച്ച് പാട്ടുപാടി യുവതികളും യുവാക്കളുമാകുന്ന ഒരു വിഭാഗത്തിൽ മതിമറന്നാറാടുന്ന ഒരു സുഖലോലുപനായിരുന്നു. എന്താ കാരണം? ഹാറൂൻ റഷീദിനെ പഠിച്ച ഒരാളത് പറയുമോ? പക്ഷെ പഠിച്ചവർക്കല്ലേ പറയാൻ കഴിയുള്ളൂ. ഹാറൂൻ റഷീദ് ലോകപ്രസിദ്ധനായ മുഹദ്ദിസുകളുടെ കൂടെ പഠിച്ച മുഹദ്ദിസാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു തആല തന്നെ ഖലീഫയെ തെരഞ്ഞെടുത്തെന്ന് ആശംസിക്കാൻ വരാത്തതിന് കത്തയക്കുന്നുണ്ട് ഹാറൂൻ റഷീദ്. സഹോദര, നമ്മൾ ഒന്നിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരല്ലേ, ഒരു സ്ഥാനത്തെ അടുത്ത് പഠിച്ചവരല്ലേ. എനിക്കിങ്ങനെ അല്ലാഹു തആല ഒരു സ്ഥാനം തന്നപ്പോൾ ആശംസിക്കാൻ വേണ്ടി നമ്മളെ ശരീക്കന്മാർ മുഹദ്ദിസീങ്ങളും ഫുഖഹാവും ഒക്കെ വന്നു. നീ വരില്ലായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം, നീ വന്ന് കണ്ടില്ലല്ലോ എന്ന് പരിഭവിച്ചുകൊണ്ട് ഹാറൂൻ റഷീദ് സുഫിയാനു സൗരിക്ക് കത്തെഴുതിയപ്പം അദ്ദേഹം പറഞ്ഞതേ, നിങ്ങളുടെ ഈ രാഷ്ട്രീയക്കാരുടെ സ്വജനപക്ഷപാതവും പൊതുധനം കൈകാര്യം ചെയ്യുന്നതിൽ അന്യായം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ അക്രമത്തിന് എന്നെയും കൂടി സാക്ഷിയാക്കാനാണ്. ഞാനതിന് വരില്ല. അപ്പോൾ സുഫിയാനു സൗരിന്റെ ഒന്നിച്ച് കൂടെ പഠിച്ചതാണ്. തന്നെയല്ല, മുഹമ്മദുൽ മഹദിന്റെ മകനാണ് ഹാറൂൻ റഷീദ്. മനസ്സിലായി? മുഹമ്മദുൽ മഹദി മുസ്ലിം ചരിത്രകാരന്മാരിൽ വലിയൊരു ഭാഗം ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത് വരുന്ന മഹദിയാണ് ഈ മുഹമ്മദ് മഹദി എന്ന് വരെ പറഞ്ഞു. അത്രയും നല്ല മനുഷ്യനായിരുന്നു. മക്കയിലെ പള്ളിയും മദീനയിലെ പള്ളിയും മശായിറുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം മുഹമ്മദുൽ മഹദി വരുത്തിയതുപോലുള്ള പരിഷ്കാരം പറയാനും വരുത്തിയിരിക്കുക. നടപടിയാണെങ്കിലോ മാലിക് ഇമാം എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഇൽമു പഠിപ്പിച്ച് വളർത്തിയ മക്കളാണ് മൂസയും ഹാറൂനും. ഈ ഹാറൂനുർ റഷീദ് പ്രഗത്ഭനായ മുഫസ്സിറായിരുന്നു, ഹദീസ് പണ്ഡിതനായിരുന്നു, ഫഖീഹായിരുന്നു, ആത്മജ്ഞാനമുള്ളവരായിരുന്നു. എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ചരിത്രം അദ്ദേഹത്തെ അന്വേഷിക്കുന്നവൻ രണ്ടാരൊത്സവത്തെ അന്വേഷിച്ചാൽ മതി. ഒന്ന്, യൂറോപ്പുമായി കൊണ്ട് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര യുദ്ധമുന്നണിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടുണ്ടാവും. അതല്ലെങ്കിൽ പരിശുദ്ധ മക്കയിലെ ഹറമിലുണ്ടാവും. ഈ രണ്ടാരൊത്സവത്തെ ഹാറൂൻ അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ, തലസ്ഥാനത്ത് കാണുന്നില്ലെങ്കിൽ. 20 കൊല്ലം ഭരണം നടത്തിയതിൽ 10 കൊല്ലം ഹജ്ജിന് പോയപ്പോൾ 10 കൊല്ലം ഈ കുരിശ് സേനയുമായി പടപൊരുതാൻ പോയതാണ്. തൻ്റെ കൊട്ടാരത്തിലിരുന്ന് സുഖലോലുപനായി ജീവിക്കല്ല. അടുത്ത ക്യാൻസർ ബാധിച്ചു, ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അത്രയും അവശനായ സമയത്ത് യുദ്ധത്തിന് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ടാണ് ഹാറൂൻ റഷീദ് വഫാത്താകുന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു യഹ്യ ഇബ്നു അഖ്തം. ഇബ്നു അഖ്തം മുജ്തഹിദ് മുത്ലഖാണ്, സൂഫി വര്യനാണ്, ഖാദിയാണ് മുസ്ലിങ്ങളുടെ. എന്നിട്ട് അദ്ദേഹം ഈ കള്ളുടിക്കാൻ കൂടെന്ന് പറഞ്ഞ്. അപ്പോ ഹാറൂൻ റഷീദ് യൂറോപ്പിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച സ്പെയിനിനെയും അതുപോലെ നമ്മളെ ഇറ്റലിയെയും ഒക്കെ
കിടുകിടവർപ്പിച്ച ഈജിപ്തിനെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ അപ്പുറം നമ്മളെ ഈ കറുത്തവർഗക്കാരില്ല, ഈജിപ്തിൻ്റെ തന്നെ പൗതി ഭാഗം നീഗ്രോ വിഭാഗങ്ങൾ ഒരു ഭാഗം തൊട്ടിട്ട് ഈ യൂറോപ്യന്മാർ അടിമകളായി വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതിനെ നശിപ്പിച്ച് അവിടെ ഇസ്ലാമിൻ്റെ രണ്ട് കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയതിൽ ഏറ്റവും പ്രമുഖനാണ് ഹാറൂൺ റഷീദ്. അതുകൊണ്ട് ഹാറൂൺ റഷീദിൻ്റെ ചരിത്രം യൂറോപ്യന്മാരെഴുതിയപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ മാത്രമല്ല, അബ്ബാസികൾ ഉമവികളും രണ്ടും അവരെ ഉറക്കം കെടുത്തിയിരുന്നു. കാരണം അവരെപ്പോഴും കൊള്ളക്കാരായിരുന്നു. അവരെ നാട്ടിൽ പോയി യുദ്ധം ചെയ്യാൻ പോകല്ല. ഈജിപ്തിന് ഒരു രാത്രി സുഖമായി കടന്നുറങ്ങാൻ, അതുപോലെ തന്നെ തലസ്ഥാനത്ത് ഉമവികളുടെ തലസ്ഥാനമാവുന്ന ഡമസ്കസിലും പരിസര പ്രദേശങ്ങളുള്ള ഷാമിലും ഒരു രാത്രി സ്വസ്ഥമായി കടന്നുറങ്ങാൻ പറ്റാത്ത നിലക്ക് വലിയ കപ്പൽ കൊണ്ടുവന്ന് പുറംകടലിൽ വെച്ചിട്ട് ചെറിയ ബോട്ടുകളിൽ വന്ന് അർദ്ധരാത്രി സമയത്ത് കൊള്ളയും കൊലയും നടത്തി സ്ത്രീകളെയും കുട്ടികളെയും കൊള്ളയടിച്ചു പോകുന്ന നിരന്തരം മുസ്ലിം പട്ടാളം അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ തീരദേശത്ത് രാത്രി ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയായിരുന്നു. നമ്മളെ ഇമാം ഷാഫി റളിയല്ലാഹു തആലയിൽപ്പെട്ട ഒരാളാണ്. ഈജിപ്തിൽ ചെന്ന 4 കൊല്ലവും രാത്രി പാതിരാത്രി സമയത്ത് കടലോരങ്ങളിൽ ഇവരുടെ കടന്നുകയറ്റം, ഫ്രഞ്ചുകാരുടെ കടന്നുകയറ്റം പ്രതിരോധിക്കാൻ വേണ്ടി വാളും അമ്പുമേന്തി നേരം പുലരുവോളം കടലോരത്ത് കാത്തു നിന്നിരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അവരെ പാഠം പഠിപ്പിച്ച് അവരെ കീഴടക്കി അവരോട് കൊല്ലം തോറും നികുതി വാങ്ങി അവരെ അടക്കിയിരുത്തിയ ആള് എന്ന നിലക്ക് അദ്ദേഹത്തിന് ഇത് ഒരാളെ പറ്റി മാത്രമല്ല, മുസ്ലിം ഖിലാഫത്തിനെ, ഉമവി ഖിലാഫത്തിനെയും അബ്ബാസി ഖിലാഫത്തിനെയും ഒന്ന് ഷീ വിഭാഗത്തിൻ്റെ എതിർപ്പിൻ്റെ പേരിൽ അവർ ചീത്തയായി കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. യൂറോപ്പ് അവരുടെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അവരെ പരാജയപ്പെടുത്തിയ ശക്തി എന്ന നിലക്ക് മുസ്ലിം സാമ്രാജ്യത്തെ അവർ ചീത്തയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നതും ഇതൊക്കെ കണക്ക് കൂട്ടി അതിൽ നിന്ന് സ്ഫുടം ചെയ്തെടുക്കണം. അതിൻ്റെ പുറമേ ഒരു രാജവംശത്തിന് മറ്റേ രാജവംശം എതിരാണ്, ആ രാജവംശത്തിന് മറ്റേ രാജവംശം എതിരാണ്. അബ്ബാസികളുടെ സ്വർണ്ണകാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഖിലാഫത്ത് സൗകര്യത്തിന് പറയാൻ മാത്രവും ഭരിക്കുന്നത് മുഴുവൻ ഭരണകൂടങ്ങൾ രാജാക്കന്മാരുമാണ്. ഓരോ നാട്ടിലുള്ള രാജാവ് മറ്റേ നാട്ടിലുള്ള രാജാവിനെ ആക്രമിക്കും, അയാൾ ഇവരെ ആക്രമിക്കും. ഇങ്ങനെ പരസ്പരം ആക്രമിച്ച് എന്തിന്? രാജഭരണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഖിലാഫത്ത് അബ്ബാസികളുടെ കയ്യിൽ. ഇങ്ങനെ തലതിരിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ചരിത്രം നമ്മൾ ബുക്ക് നോക്കി വായിച്ച് കടന്നു പോരാൻ പാടില്ല. എഴുതിയ ആളുടെ മസ്ലക്കും മൻഹജും മനസ്സിലാക്കി അതിൻ്റെ ഒക്കെ പുറമെ ദുടി സമയം നീണ്ട് ഞാൻ നിർത്തുകയാണ്. ഒറ്റ ദുടി പറഞ്ഞിട്ട് അവസാനമായിട്ട് കുരിശ് യുദ്ധം അമ്പേ പരാജയപ്പെട്ടു. നൂറ്റാണ്ടുകൾ നടന്ന കുരിശ് യുദ്ധം ഇനി ഒരു ആയുധത്തിൻ്റെ ശക്തിയിലൂടെയും അംഗബലത്തിലൂടെയും സൈനിക ശക്തിയിലൂടെയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്നുണ്ടപ്പം പാശ്ചാത്യർ കണ്ടെത്തിയൊരു മാർഗമാണ് ഇസ്ലാമിനെ ബുദ്ധിജീവികളായ നല്ല ബുദ്ധിയും പഠന കഴിവുമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ഓറിയന്റലിസ്റ്റുകൾ എന്ന പേരിൽ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് അവർക്ക് വേണ്ട ഫണ്ട് കൊടുത്ത് ഇസ്ലാമിനെ പഠിക്കാൻ. എങ്ങനെ പഠിക്കാൻ? നമ്മൾ പഠിക്കും പോലെയല്ല. തഫ്സീർ പഠിക്കാൻ ഒരു ടീം അവരത് മാത്രം പഠിച്ചാൽ മതി. അഖീദ പഠിക്കാൻ ഒരു ടീം അവരത് മാത്രം പഠിച്ചാൽ മതി. ചരിത്രം പഠിക്കാൻ വേറൊരു ടീം അവരത് മാത്രം പഠിക്കാൻ മതി. ഇങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് രാജാവ് സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ അവധാനതയോടെ കൂടി പഠിച്ച് അതിൻ്റെ അലിഫ് മുതൽ യാ വരെ ഉള്ളും പുറവും മനസ്സിലാക്കിയിട്ട് അതിവിദഗ്ധരോടല്ലാതെ കണ്ടെത്താൻ കഴിയാത്ത നിലക്ക് അതിവിദഗ്ധമായി ഇതിൽ അവരുടെ ആശയങ്ങൾ കടത്തിക്കൂട്ടി ഇസ്ലാമിനെ വികലമാക്കിക്കൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അത് തഫ്സീറിലുണ്ട്, ഹദീസ് വ്യാഖ്യാനത്തിലുണ്ട്, ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ട്, അഖീദ ഗ്രന്ഥങ്ങളിലുണ്ട്. ചരിത്രത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവസാനമുണ്ടായ കയ്യേറ്റമാണ് ഓറിയന്റലിസ്റ്റുകളുടെ കയ്യേറ്റം. അവരതിന് സ്വീകരിച്ച രീതി നോക്കണം. ഒരു ആയുധമല്ല ഉപയോഗിച്ചത്, ബലമല്ല ഉപയോഗിച്ചത്, പണമല്ല ഉപയോഗിച്ചത്, അവരുടെ ബുദ്ധിയും അറിവുമാണ്.
അവർ ആധികാരികമായി ഇന്ന് നിങ്ങൾ നോക്കി അസ്ഹർക്ക് സർവകലാശാലയിൽ മുസ്ലിം യൂണിവേഴ്സിറ്റിയാണല്ലോ, അസ്ഹർ സർവകലാശാലയിൽ അഖീദ വിഭാഗത്തിൻ്റെ ഡീൻ ആരാ നോക്കിയിട്ടുണ്ടെങ്കിൽ ജൂതനക്കാരൻ അല്ലെങ്കിൽ നസ്രാനിക്കാരൻ. ഹദീസിൽ ഏതായാലും ഒന്നിരിക്കൽ ജൂതന് അല്ലെങ്കിൽ നസ്രാനി. ഫിഖ്ഹിലും അതെ, താരീഖിലും അതെ. അതിന് കാരണം എന്താ? കോളേജ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പോസ്റ്റ് വന്നാൽ ഒരു പരസ്യം കൊടുക്കും. പരസ്യം കൊടുക്കുമ്പോൾ ജൂതന്മാരും വരും, നസറാക്കൾ വരും, മുസ്ലിങ്ങളും വരും. ഒരു ഫാക്കൽറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പം ആ വിഷയത്തിൽ ഇയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടോയെന്നോ നോക്കുക. മുസ്ലിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷേ ജൂതന് വന്നപ്പോൾ 5 ഡോക്ടറേറ്റ് ഉണ്ട്. 5 ഡോക്ടറേറ്റ് ഉള്ള ഒരാൾ വരുന്നു, മുസ്ലിം ഒരു ഡോക്ടറേറ്റ് ഉള്ളൂ. ഇവിടെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിൽ ഈ 5 ഡോക്ടറേറ്റ് ഉള്ള സ്ഥാനം കിട്ടൂലേ? കൊടുക്കണല്ലോ, അതല്ലേ ഗവൺമെന്റ് നിയമം. ഇതൊരു പള്ളി കോളേജല്ല, യൂണിവേഴ്സിറ്റിയാണ്. നസറാനി വന്നു, ഓന് 8 PhD ഉണ്ട്, വിവിധ വിഷയങ്ങളിൽ 8 PhD. മുസ്ലിമും ഉണ്ട്, മുസ്ലിം 1 PhD, ചിലപ്പോൾ അപൂർവം ചിലർക്ക് 2 PhD, അതിൻ്റെ പ്രായം നിൽക്കില്ല. ഇവർ 7ഉം 8ഉം PhD എടുത്ത് ആ യോഗ്യതയായിട്ടാണ് ഇവർ വരുന്നത്. ഞാൻ വെറുതെ പറയല്ല. അസുന്നത്തു മക്കാനത്തു തശ്രീഉൽ ഇസ്ലാമി എന്ന ഡോക്ടർ മുസ്തഫ അൽ സബാഹിയുടെ ഒരു പുസ്തകമുണ്ട്. നമ്മൾ വിദ്യാർത്ഥികൾ വായിക്കേണ്ട പുസ്തകമാണ്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകന്മാരുടെ നിലവാരവും അതിലൂടെ ആ കുട്ടികൾക്ക് വന്ന തകർച്ചയും. അപ്പോൾ ഈ ഓറിയന്റലിസ്റ്റുകൾ ഒരു ഭാഗത്ത്, മാസോണിസ്റ്റുകൾ വേറൊരു ഭാഗത്ത്, ജൂതന്മാരെ മാസോണിസ്റ്റുകൾ വേറൊരു ഭാഗത്ത്, ഷിയാക്കൾ ഇപ്പുറത്ത്, അതിൻ്റെ പുറമെ രാജവംശങ്ങൾ തമ്മിലുള്ള എതിർപ്പ്, ഈ രാജവംശത്തിൽ നിന്നിട്ട് കിത്ത കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒപ്പിച്ച് ചരിത്രം എഴുതുന്നവർ, ഇങ്ങനെ ഒരു വല്ലാത്ത യുദ്ധരംഗാണ് ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ നിർത്തുകയാണ്. ഈ യുദ്ധരംഗത്ത് അവധാനതയോടുകൂടി എടുത്തുചാട്ടമില്ലാതെ, ധൃതി കാണിക്കാതെ, സാവകാശം ഖുർആനും സുന്നത്തും വെളിച്ചമായി സ്വീകരിച്ച് അതിനനുഗുണമായ നിലക്ക് ആരൊക്കെയാണ് അവലംബമാക്കിക്കൊണ്ട് ചരിത്രം എഴുതിയത്, അതിൻ്റെ ശരിതെറ്റ് കണ്ടുപിടിച്ച് അത് സമുദായത്തിൻ്റെ പുതുതലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കലാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളായ നിങ്ങളുടെ ദൗത്യം. അതൊരു സുപ്രഭാതത്തിൽ നടക്കും എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല, എങ്ങൾക്കും ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ക്ഷമയോടുകൂടി ഇതിന് വലിയ ക്ഷമ വേണ്ടി വരും. ചെറിയ ക്ഷമ പോരാ, വലിയ ക്ഷമ വേണ്ടി വരും. അപ്പം ചരിത്രം പഠിക്കുമ്പോഴും വേണം അതിൻ്റെ പിൻപുറവും അതിൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ. ഞാൻ നിർത്തുന്നു. ഒരുപാട് പരന്ന് നീണ്ടു കിടക്കുന്ന ഒരു ലോകമാണ് ചരിത്രം. ചരിത്രത്തെ അവലംബിക്കുമ്പോൾ എപ്പോഴും ഖുർആന് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കുകയും ഇസ്ലാമിൻ്റെ അംഗീകൃത തത്വങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത നിലക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ വളരെ ക്ഷമയോടും വളരെ ആഴത്തിലും പരപ്പിലും ശ്രമിച്ചാൽ അതിൽ നിന്ന് പുറത്തു കിട്ടുന്ന മുത്ത് ദുനിയാവിലും ആഖിറത്തിലും ഫലം ചെയ്യുന്ന വലിയ ഹൈറായിത്തീരും. അതിന് ശ്രമിക്കാൻ അല്ലാഹു തആല ഈ വിദ്യാർത്ഥികളായ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കലങ്ങി മറഞ്ഞു കിടക്കുന്ന ഇസ്ലാമിക ചരിത്ര ലോകം സ്ഫുടം ചെയ്ത് സത്യവും അസത്യവും വേർതിരിച്ച് ഹക്കും ബാത്തിലും മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കാനുള്ള ഒരു മനക്കരുത്തും ക്ഷമയും ദീർഘവീക്ഷണവും അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള സൗകര്യവും തൗഫീഖും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു.